Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ മരണം വരെ ജീവിതം പതറാതെ നിലനിർത്തണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്. സിഹർ, മന്ത്രവാദം, അതിൻ്റെ ഇസ്ലാമിക വിധിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം തൗഹീദിന്റെ അടിത്തറയിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് സർവശക്തനായ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം ആരാധന നൽകുന്നതിന് വിഘാതമാകുന്ന, ന്യൂനത വരുത്തുന്ന, അല്ലെങ്കിൽ അതിനെതിരാകുന്ന യാതൊരു ചലനവും പ്രവർത്തനവും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊള്ളാത്തവരോ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം വഴിതെറ്റിപ്പോയവരോ ആയ ആളുകൾ തൗഹീദിന്റെ കാര്യത്തിൽ ലാഘവ മനസ്ഥിതിയാണ് വെച്ചുപുലർത്തുന്നത്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന, ആ ആരാധനയുടെ വകഭേദങ്ങൾ, ഇസ്തിഗാസ, അതേപോലെ ഇസ്തിആന, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ സൃഷ്ടികളെ പേടിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സൃഷ്ടികളെ സ്നേഹിക്കുക, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തിന്റെ നാനാവശങ്ങൾ സൃഷ്ടികൾക്ക്, അത് തങ്ങന്മാര്, ഔലിയാക്കന്മാര്, ജിന്ന്, മലക്ക് എന്നൊക്കെ പറഞ്ഞ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ശിർക്കും കുഫറും കലർന്ന പ്രവർത്തനങ്ങൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് ആഭിചാരം. ആഭിചാരം എന്നുള്ളതിനാണ് നമ്മൾ അറബി ഭാഷയിൽ സിഹർ എന്ന് പറയുന്നത്. സിഹറിന്റെ ഇസ്ലാമിക വിധി പഠിക്കേണ്ടതിന്റെ അനിവാര്യത എന്തെന്ന് ചോദിച്ചാൽ, സിഹർ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. സിഹർ ചെയ്യുന്നവൻ കാഫറാണ്. മൻ സഹറ ഫഖദ് കഫറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആഭിചാരം ചെയ്താൽ അവൻ കാഫറായി. സിഹറിൽ ഷിർക്കുള്ളതുണ്ട്, ഷിർക്കിലേക്ക് നയിക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ആഭിചാരകന്മാർ, നമ്മൾ മന്ത്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ,
അത് അറബ് മാന്ത്രികമായാലും ശരി, മറ്റേത് മതത്തിന്റെ പേരിൽ നടക്കുന്ന മാന്ത്രികമാണെങ്കിലും ശരി. കാരണം സിഹിർ എന്ന് പറയുന്നത് വളരെ പ്രാചീന കാലം മുതൽ വിവിധ ഗോത്രങ്ങളിലും സമൂഹങ്ങളിലും സമുദായങ്ങളിലും നിലനിന്നു പോന്നിട്ടുള്ള ഒരു ദുരാചാരമാണ്. അതിലെ വലിയ പങ്കും പൈശാചിക സേവയിലൂടെ നടത്തപ്പെടുന്ന കാര്യങ്ങളാണ്. പിശാചിനെ സേവിച്ച് ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് തങ്ങളുടെ സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സിഹിറിന്റെ ലക്ഷ്യം. നിഗൂഢമായ പ്രവർത്തനങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അതിന് സിഹിർ എന്ന് പേര് വന്നത്. സിഹിർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൻ്റെ പ്രത്യക്ഷത്തിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെങ്കിലും നമ്മൾ അറിയാത്ത വഴിയിലൂടെ, അറിയാത്തതിന് ഗൈബിയായ വഴിയിലൂടെ എന്നല്ല, നമുക്ക് നമ്മുടെ ഈ പ്രത്യക്ഷമായ ഗോചരീഭവിക്കുന്ന കാര്യങ്ങളുടെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രൂപത്തിലൂടെ മറ്റു ചില ആളുകളിൽ പ്രയാസമുണ്ടാക്കുക, അത്തരം കാര്യങ്ങൾക്കാണ് സിഹിർ എന്ന് പറയാം. ശരിക്കും ഭാഷയിൽ സിഹിർ എന്ന് പറഞ്ഞാൽ വശീകരണം എന്നേ അർത്ഥമുള്ളൂ. വശീകരിക്കപ്പെടുക എന്നാൽ ഒരു നിമിഷം യാഥാർത്ഥ്യത്തിൽ നിന്ന് ആളുകൾ തെറ്റി നിൽക്കുക, അതാണ് വസ്തുത. ഇപ്പോ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെ ആരാധിക്കുന്നവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖുർആനിൽ നമുക്ക് കാണാം, ഫഅന്നാ തുസ്ഹറൂ, നിങ്ങളെങ്ങനെ സിഹിറിലകപ്പെട്ടു, നിങ്ങളെങ്ങനെ സിഹിറിലകപ്പെട്ടു. സൂറത്തു അൽ മുഅ്മിനൂനിൽ 84 മുതൽ 92 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ വായിച്ചാൽ അതിനിടയിൽ ഈ വിഷയം കാണാം. ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയും. ആരാണ് ഈ ആകാശഭൂമികളെ പടച്ചെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അർശിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആരാധനയുടെ വിഷയം വരുമ്പോൾ നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കും. ഫഅന്നാ തുസ്ഹറൂൻ, നിങ്ങൾ അങ്ങനെ സിഹിറിലകപ്പെട്ടു. ആരാധനയുടെ അർഹതയും യോഗ്യതയും അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ആരാധന കൊടുക്കുന്നത് മറമാടപ്പെട്ടു പോയ ആളുകൾക്ക്, ഔലിയാക്കൾ, അമ്പിയാക്കൾ, ജിന്നുകൾ, മലക്കുകൾ, ശൈത്താന്മാർ, ഇങ്ങനെ പലർക്കും ആരാധന കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? അതിന് ഖുർആൻ ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് സിഹിറിലകപ്പെട്ടതെന്നാണ്. അപ്പം ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഒരു നിമിഷം അതിഭ്രമത്തിൽ അകപ്പെടുന്നതിനാണ് ഭാഷാപരമായിട്ട് എന്ത് പറയാം, സിഹിർ എന്ന് പറയാം. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൽ ബയാനി ലസിഹ്റുൻ, സംസാരത്തിൽ ഒരു വശ്യതയുണ്ട്, അതിന് സിഹിർ എന്ന് പറഞ്ഞു. ചില ആളുകൾ സംസാരിച്ചിട്ടില്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കും, പഴയത് പുതിയതാണെന്ന് വരുത്തും. തിരിച്ചൊക്കെ ഉണ്ടാവും. ചില ആൾ വാഗ്വൈഭവമാണ്, ആ നാവിൽ സിഹിർ വരുന്നതാണ്. അപ്പം സാധാരണഗതിയിൽ ഒരാളെ സംസാരം കൊണ്ട് നമ്മൾ വശീകരിക്കുന്ന ആ വശീകരണത്തിന് എന്താണ് പറയാ, സിഹിർ. അത് ഭാഷാപരമായിട്ട്. ഇനി ധാരാളം ഇനങ്ങൾ അതിനുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ നമ്മളെ ശരിക്കും അനുഭവിപ്പിക്കുന്ന, ആസ്വദിപ്പിക്കുന്ന യാഥാർത്ഥ്യമുള്ള സിഹിറുണ്ട്. അതേപോലെ തോന്നലുകൾ ഉണ്ടാക്കുന്ന സിഹിറുണ്ട്. പിന്നെ മാന്ത്രിക വിദ്യകൾ പോലെ, മാജിക് പോലുള്ള സിഹിറുണ്ട്. സിഹിറിന് പലതരത്തിലുള്ള ഇനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സിഹിറുകൾ പല മേഖലകൾ കൂടിച്ചേർന്നതാണ്. അതിൽ ചരടുകൾ, ഏലസുകൾ, ഉറുക്കുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി മറ്റുള്ള വ്യക്തികളിൽ രോഗമുണ്ടാക്കുക, വേദനയുണ്ടാക്കുക, ഇണങ്ങി നിൽക്കുന്നവരെ പിണക്കുക, ഇതിനു വേണ്ടി നടത്തുന്ന, പിശാചിനെ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ പിശാചിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ ആ രൂപത്തിൽ മറ്റുള്ളവരിൽ സ്വാധീനമുണ്ടാക്കാൻ ആഭിചാരകന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുക. അതിന് സമഗ്രമായിട്ടുള്ള വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരു വിശദീകരണം പറയുമ്പോൾ ഒന്ന് അതിൽ ഉൾക്കൊള്ളില്ല, മറ്റൊന്ന് പറയും മറ്റൊന്ന് ഉൾക്കൊള്ളില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായിരുന്നാലും ആഭിചാരം എന്ന് പറയുന്നത് ലോകത്തുടനീളമുണ്ട്. അതുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുന്ന ഏർപ്പാട്, അത് വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ തമ്മിൽ, ഒരേ സമൂഹത്തിലെ വ്യത്യസ്ത പാർട്ടിക്കാർ തമ്മിൽ, അതേപോലെ തന്നെ ഒരു പാർട്ടിയിലെ വ്യത്യസ്ത നേതാക്കന്മാർ തമ്മിൽ പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയും സിഹിർ ചെയ്യും. പിന്നെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസൂയയും പകയും ഒക്കെ വരുന്നതോട് കൂടിയിട്ട് കുടുംബത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സിഹിർ ചെയ്യും. ഇത് എല്ലാ സമുദായത്തിലുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുണ്ട്. മുസ്ലിം സമുദായത്തിലും ഇത് കടന്നുകൂടിയിരിക്കുന്നു. അങ്ങേയറ്റത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നതും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് സിഹിർ എന്നതുകൊണ്ട് വൻ കുറ്റങ്ങളിലാണ്. സബോൽ മൂബിഖാത്ത് എണ്ണിയപ്പം ഷിർക്ക് കഴിഞ്ഞ തൊട്ടുടനെ
രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത് സിഹറാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നുള്ളൊരു വാദം അത് വെറും കൺകെട്ട് മാത്രമാണ്, വെറും മാജിക് മാത്രമാണ്, കൈവേഗം കൊണ്ട് കാണിക്കുന്ന ചില വശീകരണം മാത്രമാണ് എന്ന് ചിലർ പറയാറുണ്ട്. അതും സിഹറിൽ പെട്ടതാണ്, സംശയമല്ല. പക്ഷെ അത് മാത്രമാണോ സിഹർ? അല്ല. നമ്മൾ വളരെ കരുതലോടുകൂടി ഇരിക്കാനും വിട്ടുനിൽക്കാനും സൂക്ഷിക്കാനും അതേപോലെ നമ്മെ ബാധിക്കാതിരിക്കുന്നതിന് സംരക്ഷണം സ്വീകരിക്കാനും എല്ലാം പഠിപ്പിക്കപ്പെട്ട സിഹറിനെ സംബന്ധിച്ച് ഖുർആനും ഹദീസും പറയുന്നത് എന്താണെന്ന് നമുക്ക് ആമുഖമായിട്ട് നോക്കാം. ഒന്നാമതായി സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത്. ആയത്ത് മുഴുവനായി ഞാൻ ഓതി വിശദീകരിക്കുന്നില്ല. അതിൽ നമുക്ക് കാണാൻ കഴിയും, ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു പരീക്ഷണാർത്ഥം പറഞ്ഞയച്ചു. ഞങ്ങൾ പരീക്ഷണമാണ് എന്ന് അവർ പറഞ്ഞു. അവർ ആഭിചാരകന്മാരെ ആഭിചാരം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ ആഭിചാരം കൊണ്ട് അവർക്ക് ആരെങ്കിലും ദ്രോഹം വരുത്താൻ കഴിയില്ല, ശരിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഉത്തരവുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിൽ അവർ പഠിപ്പിച്ചപ്പോൾ അവരിൽ നിന്ന് ചില നിഷേധികൾ വന്ന് സിഹിർ പഠിച്ചു. ആ പഠിച്ച സിഹിറിനെ പറ്റി ഖുർആൻ പറയുന്നത് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് അവർ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സിഹിർ പഠിച്ചു എന്നാണ്, പഠിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? സിഹിർ പഠിക്കാൻ പറ്റും, അതായത് പഠിപ്പിക്കാനും പറ്റും. രണ്ടാൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നു, നാട്ടിലെ പല നിഷേധികളും വന്നിട്ട് പഠിക്കുന്നു. യാഥാർത്ഥ്യമില്ലാത്തൊരു സംഗതി പഠിപ്പിക്കാൻ പറ്റുമോ? യാഥാർത്ഥ്യമില്ലാത്തൊരു സംഗതി പഠിക്കാൻ പറ്റുമോ? അപ്പൊ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന വാദം ഖുർആനിലെ സൂറത്തുൽ ബഖറ തന്നെ തള്ളിക്കളഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമതായി വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, മുഅവ്വിദത്തൈനിലെ സൂറത്തുൽ ഫലഖ്, ആ സൂറത്തുൽ ഫലഖിലെ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിൽ നിന്ന് പുലരിയുടെ നാഥനോട് ഞാൻ ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ കെട്ടുകളിൽ ഊതുന്നവരാരാണ്? മുഴുവൻ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞാൽ അവർ സവാഹിർ, സിഹിർ ചെയ്യുന്നവരാണ്, ആഭിചാര പ്രവർത്തനം നടത്തുന്നവരാണ്. കാരണം ഈ സിഹിറിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ഊത്ത്. തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് ഊതി ഉള്ള പ്രത്യേകമായ, അത് അള്ളാഹു പഠിപ്പിച്ച പ്രകാരമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി മാതൃക അനുസരിച്ചല്ല, നേരെ മറിച്ച് പിശാചിനെ സേവിച്ചുകൊണ്ടും കുഫറിന്റെയും ശിർക്കിന്റെയും വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടും നടത്തുന്ന ഊത്തും പ്രവർത്തനവും, അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സിഹിർ. അതിൽ നിന്ന് ആ സാഹിറന്മാരുടെ ഷർറിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്നുള്ളതിന്, സാഹിറന്മാരെന്നുള്ളതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് നഫാസാത്ത്, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നഫാസാത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഊതുന്ന ആളുകൾക്ക് ഷർറുണ്ടാക്കുന്നതിന് മനസ്സിലായി. ഹഖീഖത്തില്ലാതെ, യാഥാർത്ഥ്യമില്ലാതെ എങ്ങനെ ഷർറുണ്ടാക്കാൻ പറ്റും? അപ്പൊ സാഹിറുമാരായ ആളുകൾ ആരുടെ മേലാണ് ഞങ്ങൾ സിഹിർ നടത്തുന്നത്? അവരിൽ ഷർറുണ്ടാക്കുന്നത് കൊണ്ടാണ് അവരുടെ ഷർറിൽ നിന്ന് ശരണം തേടുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലുന്നത്, പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. അതാണ്. പിന്നെ സൂറത്തു അൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം എന്താണ്? വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന നാസ സിഹർ. നേരത്തെ ഞാൻ വായിച്ച യതഅല്ലമൂന എന്നാ, പഠിക്കുന്നു എന്നാ. യുഅല്ലിമൂന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നു, അതേപോലെ അതിൽ നിന്ന് ഷർറുണ്ടാകുന്നു എന്നെല്ലാം തന്നെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. ഇനി സഹീഹുൽ ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ധരിക്കപ്പെടുന്ന ഹദീസുകളിലും വന്നിട്ടുണ്ട് സിഹിറിന്റെ യാഥാർത്ഥ്യം. മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹിർ സംഭവിച്ചു. ചെയ്ത സിഹിർ അങ്ങനെ തന്നെ എല്ലാവർക്കും വലിച്ചോളുന്നതിന് ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യാം. പലതിനും വേണ്ടിയാണ് സിഹിർ ചെയ്യുക. ഒരുപക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയണമെന്ന് ലക്ഷ്യം വെച്ചായിരിക്കും അവർ സിഹിർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പ്രവാചകൻ അത്രത്തോളം വിഷമിപ്പിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രവാചകനെ ജനങ്ങളുടെ അടിസ്ഥാന ദ്രോഹങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ്. അല്ലാഹു യഅസിമുക മിനന്നാസ്. അതിനെതിരല്ല ചെറിയ ചെറിയ പ്രയാസങ്ങൾ പ്രവാചകൻ ഉണ്ടാവുക. ഇപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകന് പരിക്കുപറ്റി, കുഴിയിൽ വീണു, പല്ലുപോയി, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും പ്രവാചകൻ അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതിനെതിരല്ല, ആണോ? അങ്ങനെ ചിലത് ചെയ്യാമെങ്കിലും അവരെ മരണത്തിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. അപ്പം ഇപ്പൊ ഒരു അക്രമി, ഒരു ഗുണ്ട വന്ന് വേറൊരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് കുത്തി, ചിലപ്പോൾ ആ കുത്ത് മര്യാദയ്ക്ക് കൊണ്ട് അയാൾ മരിച്ചു പോകും. ചിലപ്പോൾ അള്ളാന്റെ
വിധി അങ്ങനെ അല്ലെങ്കിലോ അയാൾ കുത്തു കിട്ടിയാലും മരിച്ചില്ല എന്ന് വരും. അതേപോലെ ഒരാളെ കൊല്ലാൻ വേണ്ടി സിഹർ ചെയ്താൽ പോലും അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ആയുധം പ്രയോഗിക്കുന്ന പോലെ. നമ്മളൊരു ആയുധം പ്രയോഗിക്കുന്ന പോലെ സിഹർ ഒരു ആയുധമാണ്, ആഭിചാരം ഒരു ആയുധമാണ്. ആ ആയുധം ഉപയോഗിച്ച് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ പ്രയാസം ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ചെറിയ പ്രയാസങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത്. സഹീൽ ബുഖാരിയിൽ 5 സ്ഥലത്ത് ആ സംഭവം പറയുന്നുണ്ട്. സഹീഹ് മുസ്ലിമിലും ധാരാളമുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വ്യാപകമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ സിഹറിനെ സംബന്ധിച്ച് ഇക്കാലഘട്ടം അത്രയും ഒരു തർക്കം പോലും ഇല്ലാതെ നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ട ഹദീസുകളാണ് ഇതൊക്കെ. മാത്രമല്ല സഹീഹ് ബുഖാരിലും സഹീഹ് മുസ്ലിമിലൊന്നും ലൈഫായ ഹദീസുകളൊന്നും എടുത്തു പറയാനില്ല. അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തല്ല, പുറത്തുപോയി. ആ കാരണം കൊണ്ട് തന്നെ, കാരണം അവർ സ്വഹാബികളെ തള്ളുന്നു, പ്രവാചകനെ തള്ളുന്നു, സ്വഹീഹ ഹദീസുകളെ തള്ളുന്നു. അതാണ് അതിന്റെ കാരണം. ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഭാഗം അവർ പറഞ്ഞു, സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ് യുഖാലു ലഹു ലബീദ് ഇബ്നുൽ അഅസം. ലബീദ് ഇബ്നുൽ അഅസം എന്ന പേരുള്ള ഒരാൾ എന്താണ്, അയാൾക്ക് ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ചെയ്തു. ഹത്താ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം പ്രവർത്തിച്ച ചില കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന തോന്നലുണ്ടായി. അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ചില ഭാര്യമാരെ സമീപിച്ചു. അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഭാര്യമാരെ സമീപിച്ചിട്ടില്ല. അതാണ് സിഹറിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ അനുഭവം എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അങ്ങനെ അത്താ ഇദാ കാനത് ദാത യൗമിൻ ഔ ദാത ലൈല വഹുവ ഇൻദി ലകിന്നഹു ദആ വദആ ثم قال يا عائشة شعرت أن الله استفتاني فيما استفيته فيه أتاني رجلان فقعد أحدهما عند رأسي والآخر عند رجلي. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറെ ദിവസങ്ങളായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം, ലബീദ് ഇബ്നുൽ അഅസമിന്റെ സിഹർ. ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അതേപോലെ വേദന അനുഭവപ്പെട്ടു എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ. പ്രവാചകന് പ്രത്യേകം സാധാരണഗതിയിലുള്ളതല്ലാത്ത വേദന, സിഹിറിന്റെ പേരിലുള്ള വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പൊ ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ്, എനിക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ആശ്വാസം കിട്ടിയത്? അള്ളാഹു എനിക്ക് അതിന്റെ ആശ്വാസം എങ്ങനെയെന്ന് അറിയിച്ചെന്നു സ്വപ്നത്തിലൂടെ. എങ്ങനെയത് അറിയിച്ചെന്ന്? 2 ആൾ വന്നു. ഒരാൾ എന്റെ തലയുടെ ഭാഗത്തിരുന്നു, ഒരാൾ എന്റെ കാലിന്റെ ഭാഗത്തിരുന്നു. പ്രവാചകന്റെ സ്വപ്നം വഹയാണ്, അത് സത്യമാണ്. അതുകൊണ്ട് ആ 2 ആൾ ഇരുന്നിട്ട് ഒരാൾ സംസാരിച്ചു, മാ വജൗ റജുൽ, ഈ മനുഷ്യന്റെ വേദന എന്താണ്? അപ്പൊ ഹദീസ് എന്ത് മനസ്സിലായി? പ്രവാചകന് വേദന ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. ലബീദ് ബിൻ അഅസം സിഹർ ചെയ്തിട്ടാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ലബീദ് ബിൻ അഅസമും കുട്ടികളും അദ്ദേഹത്തിന്റെ പെൺകുട്ടികളും സിഹർ ചെയ്തിട്ട് എന്തുണ്ടായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനിച്ചു. അതേപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തോന്നലുണ്ടായി. അപ്പൊ അവര് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. മത്ബൂബ് മൻ തബ്ബഹു ലബീദ് ബിൻ അഅസം. മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹർ ബാധിച്ച ആളാണ് എന്ന് ഒരാൾ പറഞ്ഞു. ആരാണ് സിഹർ ചെയ്തതെന്ന് അടുത്ത 2ാമത്തെ ആളെ ചോദ്യം. അപ്പൊ ലബീദ് ബിൻ അഅസമാണ്. ഫി അയ്യി ഷൈഇൻ, ഏത് വസ്തുവിലാണ്? അപ്പൊ സിഹറിന് യാഥാർത്ഥ്യത്തിന്റെ ഒന്നുകൂടി ഉറപ്പായി. എന്താണ്? ഒരു വസ്തുവിലാണ് സിഹർ ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തിലേക്ക് എന്തിനാ വസ്തു? ഒരു വസ്തുവിലാണ് എന്ത് ചെയ്യുന്നത്? സിഹർ ചെയ്യുന്നത്. ചില വസ്തു നമുക്ക് പരിചയമുള്ള പ്രവാചകന് സിഹർ ചെയ്തതിലാണ് ഫി മിസ്തിൻ വ മിശാത്തത്തിൻ, മുടിയിലും ചീർപ്പിൽ കുടുങ്ങുന്ന മുടിയിലും. അത് 2ലാണ് എന്ത് ചെയ്തത്? ചീർപ്പിൽ കുടുങ്ങിയ പ്രവാചകന്റെ മുടിയും അത് 2ഉം കൈവശപ്പെടുത്തിയിട്ടാണ് ലബീദ് ബിൻ അഅസം അയാളുടെ മക്കളും എന്ത് ചെയ്തിരിക്കുന്നത്? സിഹർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വജഫു തള്ളി നഖലത്തി, പിന്നെ എന്താണ്? ഈത്തപ്പനയുടെ അറ്റത്ത് കാണുന്ന അതിന്റെ പറിച്ചെടുക്കാവുന്ന ഭാഗം, നമ്മൾ പാള എന്ന് പറയും, ആ ഭാഗം, അല്ലെങ്കിൽ പോള, കൂമ്പോള എന്നൊക്കെ പറയുന്ന മുകളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം, അത് 3ഉം കൂട്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? പ്രവാചകൻ സിഹർ ചെയ്തിരിക്കുന്നത്. അതിൽ മുടിയും ചീർപ്പും വെച്ചിട്ട് ചില ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തി പിശാചിനെ സേവിച്ച്, അല്ലെങ്കിൽ ആ നിലക്ക് എങ്ങനെയാണ് ആഭിചാരകന്മാർ സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ച് അവർ സിഹർ നടത്തി. ബൈനഹുവ, എന്നിട്ട് അതെവിടെയാ ഉള്ളത്? ഈ സിഹർ ചെയ്ത വസ്തുക്കൾ എവിടെയാ ഉള്ളത്? കാല, അവർ അടുത്ത ആൾ പറഞ്ഞു ഫി ബിഇരി ദർവാൻ, അത് ദർവാൻ കിണറ്റിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അത് മദീനയിലുള്ള ബനൂ സുറൈഖിന്റെ ഒരു കിണറാണ്. ആ കിണറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് അവർ അങ്ങനെ ഫഅതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നാസ് മിൻ അസ്ഹാബി ഫജാ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ചെന്നു. യാ ആയിഷ കന്നമാഅഹ നിഖാഅത്തുൽ ഹന്ന,
വകഅന്ന റൂഉസു നഖ്ലിഹാ റൂഉസു ശയാത്തീൻ. അവിടെ ചെന്ന് നോക്കുന്ന നേരത്ത് കാണുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഈത്തപ്പനയുടെ തല പിശാചിന്റെ തലകൾ പോലെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കിണറിലെ വെള്ളം മൈലാഞ്ചി പോലെ വിവർണമായിരിക്കുന്നു. സിഹർ ചെയ്തിട്ട് കിണറിലെ വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ആളുകൾ ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഇസ്തഖ്റജ്തു, അതെടുത്ത് കളഞ്ഞാലോ, അത് പുറത്തെടുത്ത് കളഞ്ഞാലോ? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആഫാനില്ല, അള്ളാഹ് എനിക്ക് ആഫാത്ത് നൽകി, സൗഖ്യം നൽകി. മനസ്സിലായില്ല? അതുകൊണ്ട് ഫകരിഹ്തു അൻ ഉസീറ അലന്നാസി ഫീഹി ശർറ, ആ മാരണം ചെയ്ത വസ്തുക്കളുടെ പേരിൽ ഇനി മറ്റാർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമോ എന്നത് എനിക്ക് വെറുപ്പാണ്. പ്രവാചകനെ പോയത് മറ്റുള്ളവർക്കും വിഷമം ഉണ്ടാകുന്നുള്ള പേടിയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് അത് എടുത്ത് പുറത്തേക്ക് കളയണ്ട, കിണർ മൂടിക്കളയാൻ വേണ്ടി കൽപ്പിച്ചു. മനസ്സിലായില്ലേ? മറ്റിടത്ത് ആദ്യം അത് എന്താണെന്ന് അവർ കണ്ടുപിടിച്ചു, അത് പുറത്തെടുത്തു, അതിനെ നിർവീര്യമാക്കി. വീണ്ടും എന്ത് ചെയ്തു? അതിനകത്ത് തന്നിട്ട് കിണർ മൂടിക്കളഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ കിണർ മൂടിക്കളയാണ്, ആ കിണറിലെ വെള്ളം പിന്നെ ആരും ഉപയോഗിച്ചില്ല. കാരണം പ്രവാചകൻ വിശ്വാസം മുതൽ അതിശക്തമായ സ്വാധീനം ഉണ്ടാക്കാവുന്ന സിഹറാണ് ചെയ്തത്. പ്രവാചകൻ അത് ചെറിയ നിലക്കെ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്വഹീഹ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റിപ്പോർട്ടിൽ ബുഖാരിയിൽ കാണുന്നത്, ഒരു റിപ്പോർട്ടിൽ കാണുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അതിനുള്ള ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ആഫാനില്ല, അള്ളാഹ് എനിക്ക് സൗഖ്യം നൽകി, ഷാഫാനി എനിക്ക് ശിഫ നൽകി എന്നാണ്. അപ്പൊ ഷാഫാനി എന്നും ആഫാനി എന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ വന്നു, പ്രവാചകന് സുഖമായി. അപ്പൊ സിഹർ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാവാം, രോഗമുണ്ടാകാം, വേദന ഉണ്ടാകാം. അതിന് പ്രതിരോധം ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ശമനവും ഉണ്ടാകും. യാഥാർത്ഥ്യത്തിലാണ് ശമനം ഉണ്ടായത്. അപ്പൊ റസൂലുള്ളാഹി നമുക്കത് മാറി എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സിഹർ ഉണ്ടായാൽ അതിന് നമുക്ക് മാറാനുള്ള വഴികൾ സ്വീകരിക്കാം. സിഹർ മാറാനുള്ള വഴി എന്തായിരിക്കണം? സിഹറിൽ നിന്ന് രക്ഷപ്പെടാനും ആശ്വാസം കിട്ടാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അതിന്റെ പേരാണ് അറബി ഭാഷയിൽ റുഖിയ എന്ന് പറയും. അത് മന്ത്രവാദമല്ല, മന്ത്രം. പ്രാർത്ഥനയും ദിക്റുകളും ഖുർആൻ പാരായണവും എല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേകമായ ഒരു പ്രവർത്തനമാണ് എന്ത്? ദുആവും അദാവും ഉള്ള ഒരു പ്രവർത്തനമാണ് റുഖിയ എന്ന് പറഞ്ഞാൽ. റഖ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എന്നാണ്. അതാണ് അതിന്റെ ക്രിയാനാമമാണ് റുഖിയ. റുഖിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രം. അത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന മന്ത്രവാദമല്ല. ഈ സിഹറിൽ നിന്ന് കരകയറാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്ന ഒരു വഴി മറു സിഹർ ചെയ്യാന്നുള്ളതാണ്. മാട്ടിനും മാരണത്തിനും പരിഹാരമായിട്ട്, അല്ലെ, വലിയ പുരോഗമന ചിന്ത സമൂഹത്തിൽ വളർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും എടുത്താൽ പോലും, അതേപോലെ തന്നെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, മീഡിയ പരിശോധിച്ചാൽ, ചാനലുകൾ പരിശോധിച്ചാൽ പോലും സിഹർ കച്ചവടം ചെയ്യുന്ന കോളങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ആഭിചാരകന്മാരായ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും മുസ്ലിയാക്കന്മാരും ഒക്കെ വന്നിട്ട് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്? അവർ പരിപാടി നടത്തും, പരസ്യം ചെയ്യും, ഒക്കെ ചെയ്യും. അല്ലെ? അറബ് മാന്ത്രികം, അല്ലാത്ത മാന്ത്രികം, ജ്യോതിഷം, അതേപോലെ ദേവസ്ഥാനം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ മിക്ക ആളുകൾ അത് കാര്യമായിട്ട് എടുത്ത് വായിക്കുന്ന സംഗതിയാണ്. ആ പേജ് തന്നെ നോക്കാൻ പാടില്ല. കുഫറിലേക്കും ശിർക്കിലേക്കും ആകർഷിക്കപ്പെടുന്നുള്ള ആ വഴിക്കൻ എന്ത് ചെയ്യാൻ പാടില്ല? നോക്കാൻ പാടില്ല. വളരെ അതപ്പം എന്താണ്? ആഭിചാര പ്രവർത്തനങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. പുരോഗമന ചിന്ത പ്രഖ്യാപിക്കുന്ന പത്രങ്ങൾ പോലും അത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ അവർ പോലും അതിന്റെ മുക്തരല്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ മറു സിഹർ, ആഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറു ആഭിചാരം. ഈ ആഭിചാരമാണെങ്കിലോ കുഫറാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താലും കുഫറാണ്. നമുക്കെതിരെ ആരെങ്കിലും സിഹർ ചെയ്താൽ ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്കെതിരെ ഒരു സിഹർ ചെയ്താൽ അതും എന്താണ്? കുഫറാണ്. പലതും ശിർക്ക് കലർന്നതാണ്. മിക്ക സിഹറും ശിർക്ക് കലർന്നതാണ്. അതുകൊണ്ട് ശിർക്കിലേക്കും കുഫറിലേക്കും ആളുകൾ പോകാനിടയുണ്ട്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവ ശിർക്ക് കലരാത്ത രൂപത്തിലുള്ള മന്ത്രം, അതിനെ മന്ത്രവാദം എന്ന് വിളിച്ച് തള്ളാൻ പാടില്ല. കേരളത്തിലെ സലഫി പ്രസ്ഥാനവും ജിഹാദി ചിന്തകളും തീർച്ചയായും വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളെമ്പാടും തുടച്ചു നീക്കാനും ഈ ഉറുക്കും നൂലും മേലസും സിഹറുമായി ബന്ധപ്പെട്ട മറ്റ് അടയാളങ്ങളും തെല്ലിസമാത്ത് അല്ലെങ്കിൽ തൽസമാത്ത് എന്ന് പറയുന്ന സംഗതികളും ഒക്കെ ഒരു പരിധി വരെ കാര്യബോധമുള്ള ആളുകളുടെ അരികിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികർക്കും സാധിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. പക്ഷെ ചില ആളുകൾ അതിനിടയിൽ എന്ത് ചെയ്തു? യഥാർത്ഥ ആയുധം കൂടി കളഞ്ഞു. ചീത്ത കളയുന്ന കൂട്ടത്തിൽ ആവശ്യമുള്ളത് അവിടെ വെക്കണ്ടേ, അതുകൂടി കളഞ്ഞു.
സ്വഹിയായ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പോലും അവർ കളഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പാക്കിയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും സ്വഹാബികൾ അനുവർത്തിച്ചിട്ടുള്ളതുമായ റുഖിയ പോലും എന്ത് ചെയ്തു? അതുപോലും മന്ത്രവാദമാണ് എന്നുള്ള നിലക്കാണ്, അതും മതത്തിനെതിരാണ്, മനുഷ്യനെതിരാണെന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രവാദികൾക്കെതിരെ വരുന്ന ആളുകൾ പ്രവാചകനെതിരെയും സഹാബത്തിനെതിരെയുമാണ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, ദഅവാ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ഇത് നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിഷമമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചും തെറ്റായ ധാരണകൾ നമുക്കുണ്ടാകാൻ പാടില്ല, സമൂഹത്തിൽ തെറ്റായ ധാരണകൾ നമ്മൾ പ്രചരിപ്പിക്കാനും പാടില്ല. നന്നായി സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടുകൂടി ആ വിഷയത്തിലുള്ള നിയമം ഹക്കും ബാത്തിനും ശരിക്കും വേർതിരിയണം. അപ്പൊ ആളുകൾക്ക് ഭയമായി. എന്ത്? വെറുതെ ആവശ്യമില്ലാത്ത ചർച്ച നിർത്താൻ നിൽക്കണ്ട, നിങ്ങൾ റുഖയ കൊണ്ടുവന്ന് സിഹർ കൊണ്ടുവന്ന് ആളുകൾക്ക് ഹക്കും ബാത്തിലൊന്നും മനസ്സിലാവില്ല. അവര് നിങ്ങളിതുണ്ട്, ഇതിന് റുഖയ ഉണ്ട്, സിഹറിന് അതിൽ നിന്ന് ആശ്വാസം കിട്ടും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പോകല് മന്ത്രവാദികളെടുത്തുകായിരിക്കും. അവരെ മാന്ത്രികന്മാരെടുത്തും ജ്യോത്സ്യന്മാരെടുത്തും മുസ്ലിയാക്കന്മാരെടുത്തും തങ്ങന്മാരെടുത്തും പോകും. അതുകൊണ്ട് വെറുതെ നിങ്ങൾ വാ തുറക്കാൻ നിൽക്കണ്ട എന്ന് പലരും പറയാറുണ്ട്. എന്തിനാണ്? തങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കി എല്ലാവരും പൊട്ടന്മാരാണെന്ന് അതിന്റെ അർത്ഥം. ആർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹക്കും ബാത്തിലും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ലേ? എന്തിനാ ഈ മനസ്സിലാവില്ല എന്ന് നമ്മൾ ആദ്യമേ മുൻധാരണയിലെത്തേണ്ട ആവശ്യം എന്താ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഹക്കായത് ഉണ്ടാകാം. അതിനെപ്പറ്റി സംസാരിച്ചാൽ ഹക്കല്ല വെളിപ്പെടുക, ബാത്തിലാണ് വെളിപ്പെടുക. ഞാൻ ഇഖ്വാനി പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വലിയ ശൂറാ മെമ്പറാണ് അദ്ദേഹം. ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് 2 കൊല്ലം മുമ്പ് പ്രസംഗിച്ചത് ഈ കേരളത്തിൽ ശിർക്ക് പ്രചരിക്കാനുള്ള കാരണം തൗഹീദിനെതിരെയുള്ള ശക്തമായ പോരാട്ടം മുറവിളിയാണ്. അല്ല, തൗഹീദിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം. തൗഹീദ് എന്നിട്ട് കുറച്ച് മൗലവിമാർ ഇറങ്ങിയപ്പോൾ എന്നാ ഞങ്ങൾ ശിർക്ക് സ്ഥാപിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പുരോഹിതന്മാർ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ജാറങ്ങളും ശിർക്കും കുഫറും വർദ്ധിപ്പിച്ചത് തൗഹീദി പ്രബോധകരാണ് എന്നുള്ളൊരു ആരോപണം ഞാൻ കേട്ടു. എൻ്റെ അടുത്ത് അതിൻ്റെ ഓഡിയോ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ തൗഹീദ് ശക്തമായി പ്രചരിപ്പിച്ചാൽ ശിർക്ക് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കുക ഒരു കൂട്ടര്. എന്തിന്? തൗഹീദ് ശക്തമായി പറയുമ്പോൾ ഹക്കിൽ നിൽക്കേണ്ടി വരും, ഒരു ഭാഗത്ത് അടിയുറച്ച് നിൽക്കേണ്ടി വരും. എല്ലാവരെയും ഉൾക്കൊണ്ട് പോകാൻ പറ്റൂല. ദുനിയാവിൽ ഭരണം ഉണ്ടാക്കാൻ ലക്ഷ്യമായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? പരലോകത്തെ കാര്യം ചിന്തിക്കാതെ പോയാൽ എന്തുണ്ടാവും? ഇവിടെ എല്ലാവരും വോട്ടും വേണ്ടി വരും, എല്ലാവരും സപ്പോർട്ടും കിട്ടേണ്ടി വരും, എല്ലാവരും ചാനലിൽ ഷെയർ എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു നിലവാരത്തിൽ വരുന്ന നേരത്തെ അവർക്ക് എന്തെങ്കിലും കാരണം പറയണം. അവസാനം കിട്ടി നിങ്ങൾ തൗഹീദൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുന്നു, ശക്തമായി പറയുന്നു, അപ്പൊ ശിർക്ക് ഇവിടെ വളർന്നു. എന്താ ഈ വർത്താനം? സത്യത്തിൽ തൗഹീദി ശക്തമായി പറഞ്ഞിട്ടല്ലേ ശിർക്കിൽ നിന്ന് ആളുകൾക്ക് മോചിതരാൻ അവസരമുണ്ട്. അതേപോലത്തെ ഒരു തോന്നിയാസാണ് ഈ പറയുന്നത്. എന്ത്? ഇസ്ലാമിലുള്ള റുഖിയ എന്താണ് എന്ന് പഠിപ്പിച്ചാൽ ആ വാതിൽ തുറന്ന് ഇസ്ലാമിൽ ഇല്ലാത്ത റുഖിയ കയറി വരും. ഒരിക്കലും ഇസ്ലാമിന്റെ റുഖിയയുടെ വാതിലൂടെ ഇസ്ലാമികേതര റുഖിയ കയറി വരാൻ പറ്റില്ല. കാരണം അത് ഇരുട്ടും വെളിച്ചമുള്ള വ്യത്യാസം. ഇരുട്ടും വെളിച്ചം ആർക്കും മാറിപ്പോവും. ഏത് വിഷയത്തിലും ഉള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഹക്ക് പറഞ്ഞാൽ ഒരിക്കലും ബാത്തിൽ കയറി വരുന്നൊരു വിഷയമല്ല. ഹക്ക് പറയാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബാത്തിൽ കയറി വരുന്നത്. മനസ്സിലായില്ലേ? ലിമ തൽബിസൂന ബിൽ ഹക്ക്, നിങ്ങൾ എന്തിനാണ് ബിൽ ബാത്തിൽ, ലിമ തൽബിസൂന ഹക്ക ബിൽ ബാത്തിൽ, എന്തിനാണ് നിങ്ങൾ ഹക്കിനെ ബാത്തിലുമായിട്ട് കൂട്ടിക്കലർത്തുന്നത് എന്നാണ് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. ഹക്കിനെ ബാത്തിലുമായി കൂട്ടിച്ചേർക്കുന്ന ആരുടെ സ്വഭാവമാണ്? അത് ജൂതന്മാരുടെ സ്വഭാവമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അവരുടെ സ്വഭാവം എന്താണ്? അവർ ഹക്കും ബാത്തിലും തമ്മിൽ എപ്പോഴും കൂട്ടിക്കലർത്തും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഹക്ക് എന്താണെന്ന് കൃത്യമായിട്ട് പറയണം. അത് മനസ്സിലാകാനാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ. ഇനി അനാവശ്യമായ ദുഷ്പ്രചരണങ്ങളും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇങ്ങനെ ഉണർന്നിരിക്കേണ്ടാവും. എന്ത്? ഇവരിതാ മന്ത്രവാദം തുടങ്ങി, അതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. കുറച്ചാളുകൾ മാറിപ്പോയിട്ട് മന്ത്രവാദത്തിലേക്ക് ആളെ കൂട്ടാണ്. നാളെ ജിന്ന് സെന്ററുകൾ വരും. ജിന്ന് ചികിത്സ ഒഴിവാക്കാന്ന് പ്രമേയം തന്നെ. ഇവർക്ക് ജിന്ന് ചികിത്സ എന്താണെന്നറിയോ? ആരാ നടത്തിയറിയോ? ആദ്യം ജിന്ന് ചികിത്സ നടത്തിയ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമാണ്. ഈ പറഞ്ഞത് ജിന്ന് കൂടിയ ഒരാളെ ജിന്ന് ഒഴിവാക്കാനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ആ ചികിത്സ സ്വീകരിച്ചു. 2 മലക്കളും ചെയ്തു കൊടുത്തില്ലേ? ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് അല്ലാഹു യശ്ഫീക്. അതേപോലെ മിൻ കുല്ലി ഐനി ഹാസിദിൻ, എല്ലാ ഹാസിദിന്റെ കണ്ണീറിൽ നിന്നും അതേപോലെ തന്നെ നിനക്ക് ശമനം ഉണ്ടാകട്ടെ മന്ത്രിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കാണാൻ സാധിക്കും. റുഖിയ സ്വീകരിച്ച ആളാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം. എന്തിന്? അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന രോഗസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ മുഅവ്വിദത്തൈനി കൊണ്ട് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കും. അദ്ദേഹത്തിന് കഴിയാതായപ്പോൾ ഞാൻ മന്ത്രിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഊതി കൊടുക്കും. കൈയിന്റെ ബർക്കത്ത്, പ്രവാചകന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ ഊതി പ്രവാചകന്റെ ശരി തടവി കൊടുക്കും. റുഖിയ ആരാ നടത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹം മരണാസന്നമായി കിടന്ന 5 ദിവസം ഉണ്ടല്ലോ,
അന്ന് വേദന ഉണ്ടായി, നല്ല വേദന ഉണ്ടായി. ആ വേദനയിൽ നിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതി മന്ത്രിച്ചു എന്ന് കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ ഔഫ് ബിൻ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്. അദ്ദേഹം പറയാണ്, കുന്നാ നർഖി ഫിൽ ജാഹിലിയ്യ ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക്. ഞങ്ങൾ ജാഹിലിയ കാലത്തിൽ മന്ത്രം നടത്തുന്നവരായിരുന്നു. ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ആർക്കെ അസുഖം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ ഉച്ചരിച്ച് ഞങ്ങൾ മന്ത്രം നടത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രം നടത്തി. അപ്പൊ പ്രവാചകരോട് ചോദിച്ചു, അതിന്റെ സ്ഥിതി എന്താ? കൈഫ തറാ ഫീ ദാലിക്. ആ മന്ത്രങ്ങളെ കുറിച്ച് പ്രവാചകരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജാഹിലിയ കാലത്ത് നടത്തിയ മന്ത്രങ്ങളെ പറ്റി ചോദിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സ്വഹീഹ് മുസ്ലിമിലും കാണാൻ സാധിക്കും, ഖാല ഇറിദു അലയ്യ റുഖാഖും. അന്ന് നിങ്ങൾ നടത്തിയ മന്ത്രം എനിക്കൊന്ന് കാണിച്ചു തരണം. ലാ ബഅസ ബിറുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ. ശിർക്ക് കലരാത്ത മന്ത്രത്തിൽ കുഴപ്പമില്ല. അപ്പൊ മന്ത്രം ചൊല്ലുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അതാണ്. എന്താണ്? അത് ശിർക്ക് കലരാത്തതായിരിക്കണം. അതിന്റെ അകത്ത് ജിന്നിനെ വിളിക്കുന്ന വിളി, ഈ ആഭിചാരകന്മാർ നടത്തുന്ന ഏതാണ്ട് എല്ലാ മന്ത്രങ്ങളിലും എന്തുണ്ട്? ജിന്നിനെയും മലക്കിനെയും വിളിക്കും, സൃഷ്ടികളെ വിളിക്കും, മഹാന്മാരെ വിളിക്കും, അങ്ങനെ പല ചാത്തന്മാരെ വിളിക്കും. അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ള സിഹിറാണ് മന്ത്രങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിഹിർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിർക്ക് കലരാത്ത മന്ത്രങ്ങളാണെങ്കിൽ, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണെങ്കിൽ, ജാഹിലിയ കാലത്ത് മരങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹിന്റെ പേര് പറഞ്ഞുള്ള മന്ത്രങ്ങൾ ജാഹിലിയ കാലത്ത് നടത്തിയിട്ടുണ്ട് ചില ആളുകൾ. അത് കാണിച്ചു കൊടുത്തു. ശിർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഇവരാർക്കെതിരെയാണ് ജിന്ന് ചികിത്സക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്? സ്വഹാബികൾക്കെതിരെ. ഇത് സ്വഹീഹ് മുസ്ലിമാണ്. ആദ്യം സ്വഹീഹ് മുസ്ലിം പൂട്ടിവെക്ക്, എന്നിട്ട് മതി ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ. ഇനി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ സാധിക്കും. ഖദ് നസൽനാ മൻസലൻ ഫാതത്ന ഇംറഅത്തുൻ ഫഖാലത് ഇന്ന സയ്യിദൽ ഹയ്യ് സലീമുൻ ലുദിഗ ഫഹൽ ഫീകും മിൻ റാഖ് ഫഖാല മഅഹാ റജുലുൻ മിന്നാ മാ കുന്നാ നദുന്നുഹു യുഹ്സിനു റുഖിയതൻ ഫറഖാഹു ബിഫാത്തിഹത്തിൽ കിതാബ് ഫബറഅ. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നിറങ്ങി. ഒരു സ്ത്രീ ഞങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഗോത്രത്തിന്റെ തലവനെ ഒരു വിഷജീവി കടിച്ചു, പാമ്പോ തേളോ എന്തോ കുത്തി. നിങ്ങൾ മന്ത്രം അറിയുന്ന ആളുണ്ടോ? ഫഹൽ ഫീകും മിൻ റാഖ്. സ്വഹീഹ് മുസ്ലിം. മന്ത്രം അറിയുന്നവർ നിങ്ങളിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മന്ത്രം പഠിക്കേണ്ട ഒരു സംഗതിയാണ്, അത് പഠിക്കുന്നവരാണ് ചെയ്യേണ്ടത് എന്നും മനസ്സിലായി അല്ലെ? അപ്പൊ മന്ത്രം അറിയുന്നവരുണ്ടോ? അപ്പൊ അവരെ കൂടെ അവർ പറയാണ്, അവരുടെ കൂട്ടത്തിൽ എന്തായിരുന്നു? ഫഖാമ മഅഹാ റജുലുൻ മിന്നാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ് വന്നു. മാ കുന്നാ നദുന്നുഹു യുഹ്സിനു റുഖിയതൻ. അദ്ദേഹത്തിന് ഏറ്റവും നന്നായി റുഖിയ ചെയ്യാൻ അറിയുമായിരുന്നു. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ആ വിഷയം അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് അത് അറിയുമായിരുന്നു. ആ കാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഫറഖാഹു ബിഫാത്തിഹത്തിൽ കിതാബി ഫബറ. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇപ്പൊ വിഷം തീണ്ടിയ ഒരാൾക്ക്, ഒരു വിഷജീവി കടിച്ച ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇത് മറ്റു മരുന്നുകൾ കൊടുക്കുന്നതിന് എതിരൊന്നുമല്ല. മറ്റു മരുന്നുകളൊക്കെ നമുക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ആ കൂട്ടത്തിൽ മന്ത്രം എന്താണ്? മന്ത്രം എന്ന് പറഞ്ഞാൽ റുഖിയ, അത് അനുവദനീയമാണ് എന്നുള്ളതിനാണ് സ്വഹീഹ് മുസ്ലിം. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രമാണം സ്വഹീഹ് ബുഖാരിയാണ്, അത് കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമാണ്. അതുകൊണ്ട് ആ സ്വഹീഹ് മുസ്ലിമിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഫറഖാഹു ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇത് മന്ത്രിച്ചത് നബിയല്ല, ഇത് മുഅ്ജിസത്താന്ന് പറയണ്ട. കാരണം ആ കൂട്ടത്തിൽ ഒരാളാണ് എന്ത് ചെയ്തത്? മന്ത്രിച്ചത്. എന്നിട്ട് ഫബറ, സുഖമായി മന്ത്രിച്ചിട്ടുണ്ടായി. ആ രോഗം ഭേദമായി, വിഷത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ഫഅഅതൗഹു ഗനമൻ ഫസഖൗനാ ലബനൻ. അങ്ങനെ അവർ ഞങ്ങൾക്ക് ആടിനെ നൽകി. അതിന്റെ സന്തോഷത്തിൽ അവരെന്ത് ചെയ്തു? ആ ഗോത്രത്തലവന് ശിഫയായപ്പോ ഇവർക്ക് ആടിനെ കൊടുത്തു. മന്ത്രിച്ച ആളുകൾക്ക് ഞങ്ങൾ അതിന്റെ പാല് കുടിച്ചു. മനസ്സിലായില്ലേ? ഫഖുൽനാ അകുൻത തുഹ്സിനു റുഖിയതൻ. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ നല്ല റുഖിയക്കാരനാണല്ലോ, ഇദ്ദേഹം റാഖിയാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഇദ്ദേഹം നല്ല റുഖിയ നടത്തുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ആദ്യം പറഞ്ഞില്ലേ? ഇത് ഫലമുണ്ടായപ്പം കൂടെയുള്ള സ്വഹാബികൾ എന്ത് പറഞ്ഞു? നീ ഇത്രയും നന്നായി റുഖിയ അറിയുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, അത്രയും നല്ല ആളാണല്ലോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതമൊന്നും കാണിച്ചിട്ടില്ല. മാ റഖൈതുഹു ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഞാൻ ഫാത്തിഹ ഓതിക്കൊണ്ടല്ലാതെ ഞാൻ മന്ത്രിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ പോയിട്ട് ഫാത്തിഹ ഓത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പം വിഷം തീണ്ടിയതിന് ഫാത്തിഹ, ഇത് അന്ധവിശ്വാസമല്ല, ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. എന്നിട്ടോ അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഈ വിവരം പറഞ്ഞപ്പോ, നിങ്ങൾ അതിന്റെ ഓഹരിയിൽ കുറച്ച് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റുഖിയ അംഗീകരിച്ചുകൊണ്ടാണ് അത് വാങ്ങിയത് എന്ന് ഇതിന്റെ ശറഹുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. എന്ത്?
പ്രവാചകൻ അതിന്റെ ഒരു ഓഹരി ചോദിച്ചതന്നെ എന്തിനാ? അവർ ചെയ്ത ഒരു മോശം സംഗതിയല്ല, നമ്മളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന് പോലും അതിന്റെ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹം അതിന്റെ നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഒരു ഓഹരി എനിക്കും തരണം എന്ന് പറഞ്ഞു. കുറെ ആടുകൾ കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിൽ മന്ത്രത്തിലൂടെ റുഖിയയിലൂടെയുള്ള ചികിത്സ, പ്രത്യേകിച്ച് സിഹിറിനും കണ്ണേറിനുമൊക്കെയാണ് റുഖിയയിലൂടെയുള്ള ചികിത്സ ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതൽ കണ്ണേറിനാണ് അത് പഠിപ്പിക്കപ്പെട്ടു. ഇനി സഹീഹ് മുസ്ലിമിൽ ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി റുഖാ فجاء آل عمرو بن حزم إلى رسول الله صلى الله عليه وسلم فقال يا رسول الله إنه كانت عندنا رقية نرقي بها من العقرب وإنك نهيت عن الرقى قال فعرضوها عليه فقال ما رأى بأسا من استطاع منكم أن ينفع أخاه فلينفعه. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മന്ത്രം നിരോധിച്ചിരുന്നു. മന്ത്രം നിരോധിച്ചത് റുഖ്യ നടത്താതിരിക്കാനല്ല. ആദ്യകാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നില്ലേ? കാരണം വിശ്വാസം രൂഢമൂലമാകാത്തൊരു ജനതയിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഖബർ സിയാറത്ത് പോയാൽ ഖബറാലയത്തിനെ വിളിച്ച് തേടിയെന്ന് വരും. അതുകൊണ്ട് അവർ തൗഹീദ് ഊട്ടി ഉറപ്പിച്ചതിന് ശേഷം ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഖബർ സിയാറത്ത് ചെയ്തോളൂ. അതേപോലെ ആദ്യകാലത്ത് ദുർമന്ത്രങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തിൽ അവര് ഹക്കും ബാത്തിലും നോക്കാതെ മന്ത്രങ്ങൾ ചൊല്ലാൻ സാധ്യതയുണ്ട്. അത് വേർതിരിയുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്തു? മന്ത്രം നിരോധിച്ചു. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ തേള് കുത്തിയാൽ ഒരു മന്ത്രം നടത്താറുണ്ട്, അപ്പൊ നിങ്ങൾ മന്ത്രം നിരോധിച്ചു എന്ന് കേട്ടോണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. അവർ വന്നിട്ട് ആ മന്ത്രം പ്രവാചകന് കാണിച്ചു കൊടുത്തു. അപ്പൊ എഴുതി വായിക്കാവുന്ന കാണിച്ചു കൊടുക്കാവുന്ന ഒരു സാധനമാണ് മന്ത്രം, മനസ്സിലായില്ലേ? അത് കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തിട്ട് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ സർട്ടിഫിക്കറ്റ് എടുത്തിന് കുഴപ്പമില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാചകം നിങ്ങൾ മനസ്സിൽ വെക്കണം. സഹീഹ് മുസ്ലിം തന്നെയാണിത്. മനിസ്തതാ മിൻകും അൻ യൻഫഅ അഖാഹു, നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങളുടെ ഒരു സഹോദരനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ, ഉപകാരപ്പെടാൻ കഴിയുമെങ്കിൽ ഫല്യൻഫഉ, നിങ്ങൾ ആ ഉപകാരം ചെയ്തു കൊടുക്കണം. റുഖ്യ നടത്തൽ ഉപകാരം ചെയ്യലാണ്, അതിന്റെ പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. റുഖ്യ നടത്തേണ്ട തൽക്കാലം മൂടി വെക്കണം, വെറുതെ ആവശ്യമില്ലാത്ത വാതിൽ തുറക്കണ്ട എന്നൊന്നല്ല പറഞ്ഞത്. ഒരു സഹോദരന് ഉപകാരം കിട്ടുന്ന കാര്യമാണെന്ത്? തേള് കുത്തിയ ഒരാൾക്ക് നിങ്ങൾ റുഖ്യ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ആ ഉപകാരം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. ഫൽ യൻഫഉഹു, നിങ്ങൾ അദ്ദേഹത്തിന് ഉപകാരം ചെയ്തു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായില്ലേ? സഹീഹ് മുസ്ലിമിൽ തന്നെ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഈ റിപ്പോർട്ട് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങൾക്കൊരു അമ്മാവനുണ്ടായിരുന്നു, അദ്ദേഹം തേളിന് മന്ത്രിക്കുന്ന ആളായിരുന്നു. ആ അമ്മാവന്റെ മന്ത്രത്തിന് വിധി ചോദിക്കാൻ ഞങ്ങൾ ആരെടുത്ത് പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പോയത്. അപ്പൊ പ്രവാചകൻ മന്ത്രിക്കാൻ അനുവദിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ സഹോദരന് ഉപകാരം ചെയ്താൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞു. ഇനി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട്, അവർ പറയാണ്, റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലി ബൈത്തിൻ മിനൽ അൻസാർ ഫി റുഖയത്തി മിൻ കുല്ലി ദി ഹുമ. എല്ലാ വിഷബാധക്കും മന്ത്രം നടത്താൻ വേണ്ടി അൻസാറുകളിൽപ്പെട്ട അഹ്ലു ബൈത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിരുന്നു. സഹീഹ് മുസ്ലിം. മന്ത്രം നടത്താൻ അനുവാദം കൊടുത്തിരുന്നു. മന്ത്രം നടത്താൻ അനുവാദം കൊടുത്ത രോഗിനെടുത്ത് ഒരു അല്ലാഹുമ്മ റബ്ബന്നാസ് അസീബിൽ ബഅസ് ഇശ്ഫി അൻത ഷാഫി എന്ന് പറയാൻ മാത്രമല്ല, ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഈ പ്രവാചകൻ ചെയ്തിരുന്നു എന്ന് പറയുന്ന മന്ത്രമൊക്കെ എന്താണ്? അതൊരു പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് അസീബിൽ ബഅസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ എന്ന് പറയുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ മുദീബുൽ ബഅസ് എന്ന് പറയുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അർഖീക് എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ബിസ്മില്ലാഹി യുബ്രീക് എന്നുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ ചൊല്ല. രോഗിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കൽ മാത്രം. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെയാണോ? മുഅവ്വിദത്തൈനി അങ്ങനെയാണോ? അതിൽ പ്രാർത്ഥനാ വാചകമുണ്ടോ മന്ത്രവുമായി ബന്ധപ്പെട്ട്, രോഗശിഫയുമായി ബന്ധപ്പെട്ടില്ല? എന്നിട്ട് അങ്ങനെ മന്ത്രമായി? ആയത്തുൽ കുർസി എങ്ങനെ മന്ത്രമായി? ഫാത്തിഹയെ കുറിച്ച് തന്നെ റുഖയ എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ റുഖയാണ് എന്ന് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പം കേവലം ഓതുക എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് ഈ പ്രയാസമുണ്ടായ ആളുകളിൽ, ആ ഉണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഊതുക. അതേപോലെ തന്നെ ചെറുതായി നഫസ് നടത്തുക, തുപ്പലിലൂടെ തെറിപ്പിച്ചു ചെറുതായിട്ട് ഊത്ത് നടത്തുക, എന്നിട്ട് ഊതുക. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്തതാണ്. അപ്പം വെറും പ്രാർത്ഥനയും ദിക്റും മാത്രമല്ല, ആ കൂട്ടത്തിൽ ഒരു നിർവഹണവും പ്രാർത്ഥനയും എല്ലാം കൂടി ചേർന്ന പ്രവർത്തനങ്ങളാണ് അവർ നിർവഹിച്ചത് എന്ന് കാണാൻ സാധിക്കും. സഹീഹ് ബുഖാരിയിൽ കണ്ടോളൂ, ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബുഖാരിയിൽ ബാബു റുഖാബിൽ ഖുർആനി വൽ മുഅവ്വിദാത്ത്, ഖുർആൻ കൊണ്ടും പ്രത്യേകിച്ച് മുഅവ്വിദാത്ത് കൊണ്ടും റുഖയ നടത്തൽ. സഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായത്തിന്റെ ഒരു ബാബിന്റെ തലക്കെട്ടൻ എന്താണ്?
ഖുർആൻ കൊണ്ട് റുഖ നടത്തുക, മന്ത്രം നടത്തുക, മഅവിദാത്ത് കൊണ്ട് നടത്തുക. മഅവിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും തന്നെ. ചില ആളുകൾ സൂറത്തുൽ ഇഖ്ലാസും കൂടി അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഫുസു അലാ നഫ്സിഹി ഫിൽ മറദി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ മാത ഫീ, പ്രവാചകന് മരണം വന്ന രോഗത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു. അപ്പൊ റുഖിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാണോ? സഹീഹ് ബുഖാരിയിൽ ഈ അധ്യായത്തിലാണ് പറഞ്ഞത്. ഏത്? ബാബുർ റുഖ, മന്ത്രത്തിന്റെ അധ്യായം എന്ന ആ തലക്കെട്ട് കൊടുത്തിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുക്കുന്ന ഹദീസ് എന്താണ്? പ്രവാചകൻ ഊതാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്നിട്ടോ ഫലമ്മാ സഖുല കുൻതു അൻഫിസു അലൈഹി ബിഹിന്ന, പ്രവാചകന് സ്വയം ഊതാൻ കഴിയാതായപ്പോൾ, രോഗം മൂർച്ഛിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊതാൻ കഴിയാതായപ്പോൾ ഞാൻ ഊതി കൊടുക്കാറുണ്ടായിരുന്നു. ഏത്? അതുകൊണ്ട് തന്നെ. ഏത്? മഅവിദാത്ത് കൊണ്ട് തന്നെ. എന്നിട്ടോ വംസഹു ബിയദി നഫ്സിഹി ലിബറക്കത്തിഹ, പക്ഷെ ഞാൻ പ്രവാചകന്റെ കയ്യിലേക്ക് ഊതിയിട്ട്, ആ കൈക്കാണല്ലോ എന്റെ കൈനേക്കാളും ബറക്കത്ത്, ആ ബറക്കത്തിന് വേണ്ടി ഞാൻ പ്രവാചകന്റെ കയ്യിൽ ഊതി പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തടവി കൊടുക്കാറുണ്ടായിരുന്നു. എന്തിന്? രോഗശമനത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഫസഅൽതു സുഹരിയ, അപ്പോ ഇമാം സുഹരി ആയിഷ ബീവിയോട് ചോദിച്ചു, കൈഫ യൻഫിസു, എങ്ങനെയാ ഊതലും? അവരതിന്റെ രൂപം ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, കാന യൻഫിസു അലാ യദൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കയ്യിൽ ഇങ്ങനെ ഊതും. അവർ കാണിച്ചു കൊടുത്തു. ആര്? ആയിഷ ബീവി. എങ്ങനെയാണ് ഇത്? വെറും പ്രാർത്ഥനയാണോ? അല്ല. പ്രാർത്ഥനയാണെങ്കിൽ എങ്ങനെയാ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചോദിക്കുന്നത് താബികൾ പ്രമുഖനായ ഇമാം സുഹരിയാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു ചോദിച്ചു, എങ്ങനെയാണ് പ്രവാചകൻ ഊതിയിരുന്നത്? അദ്ദേഹം പ്രവാചകനെ കണ്ടിട്ടില്ല. അപ്പം ആയിഷ ബീവി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം കയ്യിൽ ഇങ്ങനെ ഊതുമായിരുന്നു. സുമ്മ യംസഹു ബിഹിമാ വജ്ഹഹു, പിന്നെ അതുകൊണ്ട് മുഖത്തിങ്ങനെ തടവുമായിരുന്നു. കാണാൻ സാധിക്കും. സഹീഹ് മുസ്ലിമിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം, അത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അന്ന ജിബ്രീൽ അത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ മുഹമ്മദ് ഇസ്തഖൈത. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അസുഖമാണോ, രോഗമാണോ എന്ന് ചോദിച്ചു. ഫഖാല നഅം, അതെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ബിസ്മില്ലാഹി അർഖീഖ് മിൻ കുല്ലി ഷൈഇൻ യുദീഖ് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീഖ് ബിസ്മില്ലാഹി അർഖീഖ്. ഞാൻ അല്ലാഹുവിന്റെ നാമം കൊണ്ട് താങ്കൾക്ക് റുഖ്യ നടത്തുന്നു. താങ്കളെ ദ്രോഹിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് മന്ത്രിക്കുന്നു. അതേപോലെ താങ്കളെ ബാധിക്കാനിടയുള്ള എല്ലാ സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും അള്ളാഹു താങ്കൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ മന്ത്രിക്കുന്നു. സ്വഹീഹ് മുസ്ലിം. ഇത് പഠിക്കണ്ടേ? ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അനുവർത്തിച്ചതും പ്രവാചകന് വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാം ചെയ്തു കൊടുത്തതും സ്വഹാബികൾക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തതുമായ ഒരു കാര്യം. ഇത് പഠിച്ചാൽ എങ്ങനെ ഇവിടെ അന്ധവിശ്വാസം ഉണ്ടാവില്ല? ഇത് പഠിക്കാത്തോണ്ടല്ല അന്ധവിശ്വാസം ഉണ്ടാവണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ മറ്റൊരു ഹദീസിൽ സഹീഹ് ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന യർഖി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഖി യഖൂൽ ഇംസഹിൽ ബാസ റബ്ബൻ നാസ് ബിയദിക ശിഫാ ലാ കാശിഫ ലഹു ഇല്ലാ അൻത. നേരത്തെ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ട്, അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബഅസ യശ്ഫി അൻത ഷാഫി തുടങ്ങിയ അതേ ആശയമുള്ള മറ്റൊരു പ്രാർത്ഥന. എന്താണ് ഈ ഇംസഹിൽ ബാസ് എന്ന് പറഞ്ഞാൽ? ഈ രോഗത്തെ നീ തുടച്ചു നീക്കണമേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ റബ്ബായ പടച്ചവൻ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? റബ്ബെ എന്ന് വിളിച്ചുകൊണ്ട് അവർ റുഖ്യ, പ്രവാചകൻ കാന യർഖി, മന്ത്രിക്കാറുണ്ട്, റുഖ്യ നടത്താറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ നടത്താറുണ്ടായത് മറ്റെവിടെയല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും മാത്രമേ ഇതുവരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നടത്താറുണ്ടായിരുന്നു. എന്നാൽ മിണ്ടരുത്, ബുഖാരിലെ അധ്യായം തുറക്കരുത്, തൽക്കാലം അത് കൊട്ടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? എങ്ങനെ നമ്മൾ ദീന് പഠിക്കുക? പിന്നെ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിന്റെ ചിന്തകളൊക്കെ ഫിലോസഫിയാണോ? ബുഖാരിയുടെ ഫിലോസഫിയാണോ? അള്ളാന്റെ വഹിയാണ് അതിലുള്ളത്. ഖുർആൻ അള്ളാന്റെ വഹിയാണ്, ഹദീസുകളും അള്ളാന്റെ വഹിയാണ്. ആ അള്ളാന്റെ വഹി നമ്മൾ മൂടി വെക്കേ. അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ വിഷയങ്ങൾ, ഞാൻ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കിനി, ഇത് ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു? ആഭിചാരം കുറ്റകരമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആഭിചാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആഭിചാരത്തിൽ തന്നെ ഏറ്റവും വ്യാപകമായത് പ്രത്യക്ഷത്തിൽ ആഭിചാരമല്ലെങ്കിൽ പോലും അള്ളാഹുവിൽ ഈമാനില്ലാത്തവരും അതേപോലെ തന്നെ
മറ്റു അന്യായമായ രൂപത്തിൽ തങ്ങളുടെ ജീവിതം നയിക്കുന്നവരുമായ ആളുകളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും കാവൽ തേടാത്തത് കൊണ്ടും അതേപോലെ തന്നെ സിഹറിൽ നിന്നും ഐനിൽ അഥവാ കണ്ണേറിൽ നിന്നും പൈശാചികമായ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നത് സിഹറിനേക്കാൾ കൂടുതൽ കണ്ണേറ് കൊണ്ടാണ്. അത് നമുക്ക് പ്രത്യേകം വേറെ തന്നെ പഠിക്കണം. വിഷയം എന്താണ് കണ്ണേറ്, ഏത് രൂപത്തിലാണ് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നത് എന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് സിഹറാകട്ടെ കണ്ണേറാകട്ടെ എന്താണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പൊതുവെ നാം സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഏത് രൂപത്തിലാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിരുത്തുകയും വേണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാവൽ കിട്ടും. സിഹർ യാഥാർത്ഥ്യമെന്ന് മനസ്സിലായല്ലോ, കണ്ണേറുണ്ടെന്ന് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരുണ്യമാണ് നൽകിയത്. അള്ളാഹു നമ്മോട് ഔദാര്യമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് റുഖിയ മറച്ചു വെക്കാതെ പഠിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതും. ഇതിന്റെയൊക്കെ ദ്രോഹത്തിൽ നിന്നും ദുരിതത്തിൽ നമ്മൾ രക്ഷപ്പെടണ്ടേ? ആ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അത് സ്വയം നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഭൂരിപക്ഷവും. നമുക്കത് ചെയ്യാൻ കഴിയാത്ത സമയത്ത് മറ്റുള്ളവർ കൊണ്ട് എന്ത് ചെയ്യണം, ചെയ്യണം. കണ്ടേ, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം രോഗം വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വയം മന്ത്രിച്ചു. കണ്ടില്ലേ, കാന ഇറക്കി, അദ്ദേഹം മന്ത്രിച്ചിരുന്നു എന്നാണ്. ഫലമ്മാ സഖുലാന, പ്രവാചകന് കഴിയാതായപ്പോഴാണ് ആര് മന്ത്രിച്ചു കൊടുത്തത്? ആയിഷ. അപ്പൊ ചിലർക്ക് രോഗം മുറിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് മന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അത്തരം ഘട്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പറയാൻ സാധിക്കും. ഈ മന്ത്രത്തിൽ ചെയ്ത മന്ത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചില മന്ത്രങ്ങളിൽ കാണാവുന്ന ചില വിഷയങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അബൂ ഖതാദ അദ്ദേഹം പറഞ്ഞു, സമീഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, കിതാബു തിബ്ബിൽ, ബാബുൻ നഫസു ഫി റുഖിയ, മന്ത്ര സമയത്തുള്ള ഊത്ത് എന്നാണ് ഇമാം ബുഖാരി ഇതിന് അധ്യായം കൊടുത്തത്. മനസ്സിലായില്ലേ? മന്ത്രത്തിൽ ഊത്തുണ്ടെന്ന് മനസ്സിലായില്ലേ? വെറും പ്രാർത്ഥനയല്ല. അധ്യായത്തിന്റെ പേര് തന്നെ ബാബുൻ നഫസി ഫി റുഖിയ എന്നാണ്. മന്ത്ര സമയത്ത് ഊതുക എന്ന അധ്യായം സ്വഹീഹ് ബുഖാരി കിതാബു തിബ്ബിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? സമീഅത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അർറുഇയ മിനല്ലാഹ് വൽ ഹിൽമു മിനശ്ശൈത്താൻ ഫഇദാ റഅ അഹദുക്കും ശൈഅൻ യക്റഹു ഫലയൻഫസ് ഹീന യസ്തൈഖിദു സലാസ മർറാത്ത് ഫയതഅവദു മിൻ ശദ്ദിഹാ ഫഇന്നഹാ ലാ തദുറ. സ്വപ്നം അല്ലാഹുവിൽ നിന്നാണ്, പേക്കിനാവുകൾ ശൈത്താനിൽ നിന്നാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങൾ വെറുക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണരുന്ന ആ സ്വപ്നം കണ്ട് ഉണർന്നാൽ ആ ഉണരുന്ന സമയത്ത് 3 തവണ നിങ്ങൾ ഊതണം. ഉപ്പുപ്പു എന്നിട്ട് ഊതണം. എന്നിട്ട് പിശാചിന്റെ ശർറിൽ നിന്ന് നിങ്ങൾ ശരണം തേടണം. എങ്കിൽ നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവുകയില്ല. അപ്പൊ നല്ല സ്വപ്നങ്ങൾ എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ആരിൽ നിന്നാണ്? പിശാചിൽ നിന്നാണ്. മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 വട്ടം തുപ്പണം എന്നാണ്. തുപ്പണം എന്ന് പറഞ്ഞു. മനസ്സിലായി? സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അതിന്റെ രൂപങ്ങളും ശൈലികളും. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് റളിയല്ലാഹു അൻഹ, അവർ പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി റുഖിയ, മന്ത്രത്തിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്താറുണ്ടായിരുന്നു. ബിസ്മില്ലാ തുർബത്തി അർളിനാ ബിരിഖത്തി ബാദിന യുശ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. മനസ്സിലായി? അല്ലാഹുവിന്റെ നാമത്തിൽ നമ്മുടെ ഈ നിലത്തുള്ള മണ്ണ്, അതേപോലെ തന്നെ ചില ഉമിനീരും മണ്ണും കലർത്തിയിട്ട് അത് വെച്ചിട്ട് അള്ളാഹു ഈ രോഗിക്ക് ശമനം ഉണ്ടാകണമേ, നിന്റെ ഉത്തരവനുസരിച്ച്, നമ്മുടെ റബ്ബിന്റെ ഈ ഉത്തരവനുസരിച്ച് ശമനം ഉണ്ടാകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പം ഉമിനീര് കലർത്താറുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ റുഖിയന്റെ സമയത്ത് പ്രവാചകൻ ഊതി മന്ത്രിച്ചിരുന്നു. ആ മന്ത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ നേരത്ത് രോഗമുള്ളവർ മാത്രമല്ല മന്ത്രിക്കേണ്ടത്, ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവ ഇലാ ഫിറാശിഹി നഫസ ഫി കഫൈഹി ബിഖുൽ ഹുവല്ലാഹു അഹദ് വബിൽ മഅവിദതൈനി ജമിഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ടാണ്, അവർ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദ് കൊണ്ടും അതേപോലെ തന്നെ മഅവിദതൈനി ഖുൽ ഹുവല്ലാഹു ബിൽ ഫലഖ് ഖുൽ ഹുവ ബിന്നാസ്, ഈ 2 അധ്യായങ്ങൾ ഓതിയിട്ട് അദ്ദേഹത്തിന്റെ 2 ഉള്ളം കൈയിലും ഊതാറുണ്ടായിരുന്നു. പ്രവാചകൻ ചെയ്യാറുണ്ടായിരുന്നു.
ഊതാറുണ്ടായിരുന്നു ഓതിയിട്ട്. എന്നിട്ട് അതുകൊണ്ട് അദ്ദേഹം മുഖം തടവും. പിന്നെ വമാ ബലഗത്ത് യദാഹു മിൻ ജസദിഹി, ശരീരത്തിൽ എത്താവുന്നിടത്തോളം ദൂരം എന്ത് ചെയ്യും? എല്ലായിടത്തും തടവാൻ കഴിയില്ല, കൈ എത്തും ദൂരത്തൊക്കെ പ്രവാചകൻ ഓതിയിട്ട് തടവും എല്ലാ ദിവസവും രാത്രി. കുട്ടികൾക്കൊക്കെ നമ്മൾ ഓതി തടവി കൊടുക്കണം രാത്രി കിടന്നുറങ്ങുമ്പോൾ. നമ്മൾ എന്ത് ചെയ്യണം? എന്തിന്? പിശാചിന്റെ ഷർറിൽ നിന്ന് ശരണം കിട്ടുന്നതിന് വേണ്ടി, അതേപോലെ സിഹിറിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി, കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി ഒക്കെ ഇങ്ങനെ മഅവിദാത്തുകൾ മന്ത്രിച്ച് രാത്രി ഓതാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞ പാമ്പ് കടിയേറ്റവന് മന്ത്രിച്ചു എന്ന് പറയുന്ന കഥയിൽ അതിലൊരു വാചകം എന്താണെന്ന് അറിയാം? ഫൻതലഖ ഫജഅല യത്ഫുലു വയഖറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ട് മന്ത്രിക്കാൻ പോയാൽ എന്താ ചെയ്തത്? ഊതിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ ഓതിന. ആ തുപ്പിയിട്ട്, തഫല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുപ്പി. പാമ്പ് കടിയേറ്റെടുത്ത് തുപ്പിയിട്ട് എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ മന്ത്രം മാത്രമാണോ? അല്ല, അവർ ഓതിയത്. അപ്പൊ ഇങ്ങനത്തെ വഴികൾ എന്തൊക്കെയാണ്? ഹദീസുകളിൽ വന്നത് എന്താണ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് സംരക്ഷണം കിട്ടി നമുക്ക് ഇത്തരം കൃത്യമായ മാതൃക അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ ഫാത്തിഹ ഓതുന്നു, അദ്ദേഹം തുപ്പൽ അതിൽ കലർത്തുന്നു, എന്നിട്ട് ആ അദ്ദേഹത്തിന് അസുഖം ഭേദമായി എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇനി ഊതുന്ന ഇതിന് നമ്മൾ റുഖ്യ എങ്ങനെ നടത്തണം എന്നല്ല പറയാൻ പോകുന്നത്. ഇസ്ലാമിലുള്ള മന്ത്രം എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ആദ്യം ഓതണോ പിന്നെ ഓതണോ അതൊക്കെ രണ്ട് നിലക്ക് ഓതിയതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇനി ഊതാതെയും പ്രവാചകൻ ഓതിയിട്ടുണ്ട് അല്ലെങ്കിൽ മന്ത്രിച്ചിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് അല്ലാഹുമ്മ റബ്ബന്നാസ്, അവിടെ പ്രവാചകൻ ഊതിയിട്ടില്ല. അല്ലാഹുമ്മ റബ്ബന്നാസ് അദീബിൽ ബഅസ് ഇശ്ഫി റബ്ബന്നാസി ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ പഠിച്ചിട്ടില്ലേ? അത് ഊത്തില്ലാതെ മന്ത്രിച്ചൊരു മന്ത്രമാണ്. അപ്പൊ അങ്ങനെയും മന്ത്രിക്കാം, അതും കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു പല വ്യക്തികൾക്കും എന്താണ് സ്വഹാബികൾക്ക് തന്നെ ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കൊടുത്ത പിന്നെ ഹദീസുകൾ സ്വഹീഹായി വന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണേറ്. ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. കണ്ണേറ് സത്യമാണ് എന്ന് പറഞ്ഞു. കണ്ണേറ് സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കണ്ണേറ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഒരാളുടെ നോട്ടം കൊണ്ട് സംഭവിക്കാവുന്ന, ഒരാളുടെ നോട്ടം കൊണ്ട് മറ്റൊരാൾക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രയാസമാണെന്ത്? കണ്ണേറ്. ചില ആളുകളുടെ നോട്ടം കൊണ്ട് മറ്റു ചില ആളുകൾക്ക് പ്രയാസമുണ്ടാകും, മനസ്സിന് വിഷമമുണ്ടാകും, ചിലപ്പോൾ രോഗമുണ്ടാകും. ആ രോഗം മൂർച്ഛിച്ച് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഇത് ഗവേഷണമല്ല, സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാര്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണേറ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നോട്ടം കൊണ്ട് മറ്റൊരാൾക്ക് എന്തുണ്ടാവുക? പ്രയാസം ഉണ്ടാവുക, മനസ്സിനോ ശരീരത്തിനോ മറ്റേതെങ്കിലും നിലക്കോ വിഷമം ഉണ്ടാവുക. അതിനാണ് കണ്ണേറ് തട്ടുക എന്ന് പറയാം. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. കണ്ണേറ് തട്ടിയത് കൊണ്ട് ആരോഗ്യത്തിന് ക്ഷീണം സംഭവിക്കാം, മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാവാം, പേടി വരാം, ഞെട്ടലുകൾ ഉണ്ടാവാം. അങ്ങനെ പലതും അതിന്റെ ലക്ഷണങ്ങളായിട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഖുർആനിൽ പിന്നെ നമുക്ക് വായിക്കാം, സൂറത്ത് യൂസുഫ് 67-ാമത്തെ ആയത്ത്. യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കൾ ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞു. യാക്കൂബിനേക്ക് 10 മക്കളില്ലേ? ആ 10 ആള് നല്ല ആരോഗ്യവാന്മാരായ നല്ല ആ 10 ആൺകുട്ടികൾ ഒരുമിച്ച് പോകുന്ന നേരത്ത് കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്. ആളുകൾ അവരുടെ നോട്ടം വരയിലേക്ക് വരികയും അന്യനാട്ടുകാരായ ആളുകൾ കൗതുകത്തോടു കൂടി അവരെ വീക്ഷിക്കുകയും അത് കാരണം അവരുടെ കണ്ണേറ് ഇവരിൽ ബാധിക്കുകയും ചെയ്ത ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലേക്ക് ആ നാട്ടിലേക്ക് പ്രവേശിക്കരുത്. പല ഭാഗത്തൂടെ കയറണം. ഒരുമിച്ച് കയറുമ്പോൾ കണ്ണേറ് തട്ടും, സാധ്യതയുണ്ട്. മുഴുവൻ മുഫസ്സിറുകളും സൂറത്തുൽ യൂസുഫിൽ 67-ാമത്തെ ആയത്തിന്റെ വിഷയത്തിൽ ആ കാര്യം കൊടുത്തിട്ടുണ്ട്. ഖലയാ ബനിയ, പൊന്നുമക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, ഒരൊറ്റ കവാടത്തിലൂടെ നിങ്ങൾ കയറരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖ, വിവിധ കവാടങ്ങളുടെ വിവിധ വഴികളിലൂടെ വേണം നിങ്ങൾ ആ നാട്ടിലേക്ക് കടന്നു ചെല്ലാൻ. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹു നിങ്ങൾക്ക് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല. ഇതിൽ ഹുക്കും ഇല്ലാലില്ല, അള്ളാഹുവിന്റെ തീരുമാനം നടക്കും. അപ്പൊ അള്ളാഹു ഹൈറും ഷറും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണേറ് ബാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കണ്ണേറ് ബാധിക്കുന്നതിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അള്ളാഹ് പറഞ്ഞൊരു കാര്യം അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ഒരുമിച്ച് പോയിണ്ടേണ്ട
കണ്ണീറുള്ള അവസരം ഉണ്ടാക്കണ്ട. പിന്നെ പറഞ്ഞു അലൈഹി തവക്കൽതു അലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചു, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന്? തവക്കുൽ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ പറയാ? ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് വെറും ഒരു ദിക്ർ മാത്രമല്ല, കണ്ണീറിൽ നിന്നുള്ള ഒരു കവചം കൂടിയാണ്. തവക്കുലാക്കുക എന്നുള്ളത് അത് പഠിപ്പിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ ഏതാണ്ട് എല്ലാ മുഫസ്സിറുകളും എടുത്തു ചേർത്തിട്ടുണ്ട്. ഏത് വാചകം? അന്ന യാക്കൂബ് അലൈഹിസ്സലാം ഖശിയൽ ഐന അലാ ബനീഹി, തന്റെ മക്കൾക്ക് കണ്ണീർ തട്ടും എന്നതിനെയാണ് യാക്കൂബ് അലൈഹിസ്സലാം ഭയപ്പെട്ടത് എന്ന് പിന്നെ തഫ്സീറുകൾ ഏറ്റവും പൗരാണികമായ തബരിയുടെ തഫ്സീർ അടക്കം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതേപോലെ താബികളായ ലഹാഖ് റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു എന്നെല്ലാം ഇമാം സുദ്ദി റളിയല്ലാഹു അൻഹു എന്നെല്ലാം സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? കണ്ണീറിനെയായിരുന്നു ആര് ഭയപ്പെട്ടത്? യാക്കൂബ് അലൈഹിസ്സലാം ഭയപ്പെട്ടത് എന്ന് അതിന് തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റുമുള്ള നിവേദനങ്ങൾ എടുത്തു ചേർത്തിട്ടുമുണ്ട്. മറ്റൊന്ന് സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അതിലെ 51-ാമത്തെ ആയത്ത്, വയകാദു അല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തന്നെ ഈ ശത്രുക്കളിൽ നിന്ന് കടന്നു വരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച ചിലപ്പോൾ എന്ത് ചെയ്യും? ആ നോട്ടം അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ലയസ്ലിഖൂനക എന്ന് പറഞ്ഞാൽ യുഈനൂനക ബിഅബ്സാരിഹിം, അവരുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിച്ചു കളയുന്നതിന്റെ അർത്ഥം. കണ്ണീർ തട്ടുന്നാണ് അവിടെ ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം. അവിടെ യുസ്ലിഖൂന ശരിക്കും കണ്ണീറുണ്ട്. അവരുടെ അസൂയ കൊണ്ടും പക കൊണ്ടും അവരുടെ കണ്ണീർ തട്ടാനിടയുണ്ട്. കാരണം കണ്ണീർ ഉണ്ടാകുന്നത് മറ്റൊരാളുടെ അസൂയയിൽ നിന്നോ അയാൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ നിന്നോ അതിന്റെ പകയും വിദ്വേഷവും മനസ്സിൽ, അതാണ് എന്ത് ചെയ്യുന്നത്? ഒരു കാഴ്ചയായി, അതൊരു പ്രവർത്തനമായി ഇബ്ലീസിന്റെ ഇടപെടലും കൂടി അതിലുണ്ടാവാം. ആ നിലക്കാണ് സംഭവിക്കുന്നത്, കണ്ണീറുണ്ടാകുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹുൽ ബുഖാരി കാണാൻ സാധിക്കും. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ്, അവർ പറഞ്ഞു, അമറനി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്തർഖി മിനൽ ഐൻ, കണ്ണീർ ബാധിച്ചവർക്ക് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പഠിക്കാതിരിക്കാൻ? കണ്ണീർ ബാധിച്ചവർക്ക് മന്ത്രിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കിതാബുസ് സലാമിൽ നമുക്ക് കാണാൻ കഴിയും. റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയത്തി മിനൽ ഐൻ, കണ്ണീർ വരുന്നവർക്ക് റുഖയ നടത്തി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. കണ്ണീർ ബാധിച്ചവർക്ക് റുഖയ നടത്തി കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഈ റുഖയ നടത്തുന്നതിനു മുമ്പേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതിരിക്കാൻ എന്ത് വേണം എന്നുള്ളതാണ്. കണ്ണീർ പല കാരണവശാൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഖളാഇന്റെ അടിസ്ഥാനത്തിൽ മരണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് മരണം നടക്കുന്നത് കണ്ണീർ മുഖേനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ കിതാബില്ലാഹി വ ഖളാഇഹി വ ഖദ്രിഹി ബിൽ അൻഫുസ്, മറ്റൊരിടത്ത് ബിൽ ഉയൂൻ. അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ചുള്ള മരണം നടക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണീർ കൊണ്ടാണ്. ഈ ലോകത്തുള്ള ധാരാളം മരണങ്ങൾ ചില കണ്ണീറിന്റെ അനന്തരഫലമായിട്ട് മരണത്തിലേക്ക് എത്തുക. ആ മരണം കൊണ്ടുണ്ടാകുന്ന രോഗം എവിടെ വരെ എത്തിക്കും? മരണം വരെ എത്തിക്കും. പെട്ടെന്നുണ്ടാകുന്ന മിക്ക മരണങ്ങളും എന്താണ്? കണ്ണീറുമായി അത് ബന്ധപ്പെടുന്നു. നമ്മളതിനെന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ പറയുന്നു മാത്രം. നിർവചിക്കാൻ കഴിയാത്തതിനൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പേരുണ്ടാവും, അത് വെറും ഒരു പേര് മാത്രമാണ്. ധാരാളം മരണങ്ങൾ അത് കണ്ണീർ മുഖേന തന്നെയും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ കണ്ണ് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ നമ്മൾ അസൂയല്ലാതെ ജീവിക്കാൻ പഠിക്കണം ആദ്യം. അതാ മിൻ ശർരി ഹാസിദ് എന്ന് പറഞ്ഞത്. ഇതാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെട്ടാൽ ഉണ്ടാകുന്ന ഷർറ്, അത് കണ്ണാറാണ്. അതിൽ ഒന്നാമത്തെ ഷർറ് എന്താണ്? അസൂയ വെച്ച് പുലർത്തുന്നവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഭവിക്കാവുന്ന ഒന്നാമത്തെ ഷർറ് കണ്ണാറാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ മന്ത്രവാദികളുടെ ഷർറ് സിഹറാണ്. ശരി നഫാസാത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പിന്നെ സിഹറാണ്. ശരി ഹാസിന്റെ ഹാസന കണ്ണാറാണ്. അപ്പൊ കണ്ണൂരിൽ നിന്നും സിഹറിൽ നിന്നും ശരണം നേടാനുള്ള ദുആണ്. അത് നമ്മൾ ശരിക്കും പഠിക്കുകയും അത് പാലിക്കുകയും അത് പതിവാക്കുകയും അത് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്, അല്ലാത്ത സമയങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചെയ്യും വേണം.
അതുകൊണ്ട് കണ്ണേറ് യാഥാർത്ഥ്യമാണെന്നും കണ്ണേറ് കൂടുതൽ ദോഷകരമാണെന്നും അത് മരണം വരെ എത്തിക്കുമെന്നും ഒക്കെ സ്വഹീഹായ ഹദീസുകളുടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരിക്കൽ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. സഹൽ ബിൻ ഹനീഫ് റളിയല്ലാഹു പറഞ്ഞു, റഅ ആമിർ ബിൻ റബിയ സഹൽ ബിൻ ഹനീഫ് യഗ്തസിൽ ഖാല മാ റഅയ്തു കൽയൗമി വലാ ജലദ മഹബത്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതുപോലത്തെ നിങ്ങളുടെ തൊലി പോലെ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അപ്പം സഹൽ ബിൻ ഹനീഫ് കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചർമ്മം കണ്ട് മറ്റേ നല്ല അഭിപ്രായം പറഞ്ഞാണ്, നിങ്ങളെ ചർമ്മം പോലെ നല്ലൊരു ചർമ്മം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കണ്ണേറ് ബാധിക്കാൻ കാരണമായി എന്ന് സ്വഹീഹായ ഹദീസാണ്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ കിതാബുൽ ഐനിൽ ആണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പ്രവാചകൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തോട് എന്ത് ചെയ്തു, രൂക്ഷമായി സംസാരിച്ചു. എന്ത് ചെയ്യരുത്, അങ്ങനെ കണ്ണേറുണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ വർത്താനം പറയരുതെന്ന് പറഞ്ഞു. എത്രത്തോളം ചോദിച്ചു, അലാ ബറക്ത, നിനക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നു? അപ്പൊ നമ്മൾ ഒരാളിൽ ഹൈർ കണ്ടാൽ, ഒരാൾക്ക് നേട്ടം കണ്ടാൽ, ഇതെന്തൊരു നല്ല നല്ല ആരോഗ്യമാണല്ലോ, നല്ല കുട്ടിയാണല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? ബാറക്കല്ലാഹു ഫീക്ക്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അള്ളാഹു ബാരിക് ഫീ, അള്ളാഹു ബർക്കത്ത് തരട്ടെ എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറയേണ്ടത്. ബർക്കത്തിന് വേണ്ടി റസൂൽ അങ്ങനെ തന്നെ ചോദിച്ചു. റസൂൽ ശക്തമായി ചോദിച്ചു ഹദീസുള്ളത്, അലാ ബറക്ത, നീ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എന്നിട്ട് അദ്ദേഹത്തോട് കുളിച്ചു കൊടുക്കാൻ പറഞ്ഞ വെള്ളം ഉപയോഗിച്ചിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടാലും ഇപ്പൊ പറയുന്നില്ല, എല്ലാം കൂടി ഒരു ദിവസം പഠിക്കരുതല്ലോ. ഞാൻ അടിസ്ഥാനമാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താണ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് അദ്ദേഹം ആ കുളിച്ച വെള്ളം, വുളൂ ചെയ്ത വെള്ളം, അതിന്റെ വെള്ളത്തിന്റെ അംശം ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണോ സിഹർ കണ്ണേറ് ബാധിച്ചിരിക്കുന്നത് ആ ബാധിച്ച ആളിൽ എന്താണ് അത് ഒഴിച്ച്, എങ്ങനെയാണ് അതിൽ നിന്ന് ശമനം കിട്ടേണ്ടത്? ചിലപ്പോൾ നമുക്ക് ആരുടെ കണ്ണാണ് ബാധിച്ചതെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് കണ്ണേറ് ബാധിച്ചവർ നമുക്ക് അറിയാൻ സാധിക്കുക? സാധാരണ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കുണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങളിൽ മിക്കതും കണ്ണേറിൽ നിന്നായിരിക്കാമെന്ന് ഹദീസിന്റെ തന്നെ സൂചനയാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നില്ല. എന്നാൽ തന്നെയും കണ്ണേറായിരിക്കും എന്നുള്ള നിലക്കുള്ള റുഖ്യ നമുക്ക് എന്ത് ചെയ്യാം, നടത്താം. ചിലപ്പോൾ മനസ്സിലാവും ചെയ്യും. പ്രത്യേകിച്ചും ഈ റുഖ്യ നടത്താൻ അറിയാവുന്നവർക്ക് ഏതായാലും എന്ത് ചെയ്യും, അവരുടെ അനുഭവ പരിചയം കൊണ്ട് തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് അറിയുന്നവൻ ആരുണ്ട് ചോദിച്ചു. റുഖ്യ അറിയുന്നവൻ ആരുണ്ട്? അപ്പൊ ഓരോരുത്തരും അത് മനസ്സിലാക്കൽ നിർബന്ധവുമില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ധരിക്കപ്പെടുന്നതിൽ കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഫി ബൈതിഹാ ജാരിയതൻ. ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയെ കണ്ടു. ഫഫി വജ്ഹിഹാ സഫാത്തുൻ, അവരുടെ മുഖത്ത് ഒരു നിറമാറ്റം ഉണ്ടായിരുന്നു. ഒരു കറുപ്പ് നിറമുള്ള ചുവപ്പ്, എന്നാൽ കറുപ്പോളം എത്തിയ ഒരു ചുവപ്പ് കളർ, മുഖം വിവർണമായത് കണ്ടു. ആ കണ്ടപ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇസ്തർഖൂ ലഹാ ഫഇന്ന ബിഹൻ നദറ, അവർക്ക് മന്ത്രിച്ചു കൊടുക്കണം, ഇത് കണ്ണാറാണ്. നവറത്തന അയിനൻ, ഇത് കണ്ണാറാണെന്ന് പറഞ്ഞു. അപ്പം മുഖത്തിന്റെ നിറം മാറിയപ്പം പ്രവാചകൻ തിരിച്ചറിഞ്ഞു, എന്ത്, അത് കണ്ണാറാണ്. അങ്ങനെ ചില ലക്ഷണങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണേറ് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വിചാരണ്ട. കാരണം കണ്ണേറിൽ നിന്നുള്ള സംരക്ഷണം എന്നുണ്ട്. നമ്മളെല്ലാ രാത്രിയും കയ്യിൽ ഊതി മൗലിദത്തൈനി ഓതുന്നില്ലേ, ഇന്ന് തടവുന്നില്ലേ? കണ്ണേറിൽ നിന്നത് കാവലാണ്, സംശയം വേണ്ട. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫലഖുൻ നാസ് ഓതുന്നുണ്ട് ഇല്ലേ? മഗ്‌രിബും സുബഹും കഴിഞ്ഞാൽ 3 പ്രാവശ്യം നമ്മൾ ഓതുന്നുണ്ട്. രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓതുന്നുണ്ട്. അങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ ഓതുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഇത് മനസ്സിലായി കണ്ണേറുണ്ടെന്ന് ഉറപ്പായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. പ്രതിരോധം ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതിരോധം തീർക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പം റുഖ്യകൾ നടത്തണമെന്ന് പറഞ്ഞു. തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി. നീ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അപ്പൊ അള്ളാഹു നമുക്ക് കണ്ണേറിൽ നിന്ന് സംരക്ഷണം തരണം. എന്തുവേണം? നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം, കൃത്യമായി ഇബാദത്തുകൾ എടുക്കണം, ഇസ്ലാമിക മര്യാദകൾ പാലിക്കണം, ഇസ്ലാം ഹറാമാക്കിയത് ഒഴിവാക്കണം, അതേപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കണം. അത് നമുക്ക് ആ കാരണം കൊണ്ട് തന്നെ കണ്ണേറിൽ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ
സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിർ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. രാത്രി സമയത്ത് ആരെങ്കിലും ആമന റസൂൽ ഓതിയാൽ, 2 ആയത്തുണ്ടല്ലോ സൂറത്തുൽ ബഖറ അവസാനത്തെ 2 ആയത്ത്, രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് ആ 2 ആയത്തിൽ അത് അവന് മതിയാകും. എന്തിൽ നിന്നും മതിയാകുമെന്ന് മുഹദ്ദിസുകൾ വിശദീകരിച്ചു. സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും ഒക്കെ അത് അവനെന്ത് ചെയ്യും? സംരക്ഷണം നൽകും. പിശാചിന്റെ ദ്രോഹത്തിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് സ്വഹീൽ ബുഖാരി ഖുർആന്റെ ഫضل പറഞ്ഞ അധ്യായത്തിൽ സൂറത്തുൽ ബഖറയുടെ ഫضل പറയുന്നിടത്ത് ബാബിൽ നമുക്കത് വായിക്കാൻ കഴിയും. ആയത്തുൽ കുർസിനെ പറ്റിയും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി. നീ നിന്റെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് ഒരിക്കൽ ഇബ്ലീസിനെ പിടിച്ചു കിട്ടിയ സമയല്ലേ ധാന്യം ചോദിച്ചു വന്നപ്പോ ഇബ്ലീസിന് ധാന്യം 3-ാമത്തെ ദിവസം ഒന്നും ധാന്യം കൊടുക്കായിരുന്നു. നീ ധാന്യം തന്നാൽ നിനക്കൊരു മന്ത്രം പഠിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതി കൊടുക്കാൻ പറഞ്ഞു. അത് അബൂ ഹുറൈറ റളിയല്ലാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പ്രവാചകൻ അത് അംഗീകരിച്ചു. എന്തായിരുന്നു പറഞ്ഞ പറയപ്പെട്ട വാചകം? പ്രവാചകൻ അംഗീകരിച്ച വാചകം ലം യസൽ മഅക മിനല്ലാഹി ആഫിദുൻ വലാ യഖ്റുബുക ശൈത്വാൻ ഹത്താ തുസ്ബി. ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ നിന്റെ കൂടെ അല്ലാഹു ഒരു സംരക്ഷകനെ വെച്ചിരിക്കും. പിശാച് നേരം പുലരുന്നവരെ, രാത്രി ആയത്തുൽ കുർസി ഓതിയാൽ നേരം പുലരുന്നവരെ എന്ത് ചെയ്യില്ല? എന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് പഠിക്കണം. ആയത്തുൽ കുർസി നമുക്ക് അതിനുള്ള പരിഹാരമാണ്. മാഫിദത്തൈനി അതിനുള്ള പരിഹാരമാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അതിനുള്ള പരിഹാരമാണ്. ഇങ്ങനെ ഈ വിഷയങ്ങൾ എന്ത് ചെയ്തു? പഠിപ്പിക്കപ്പെട്ടു. അപ്പൊ ഈ രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് സിഹറിന്റെയും കണ്ണേറിന്റെയും എല്ലാം കെടുതിയിൽ നിന്ന് കരകയറാൻ നേരം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇഖ്ലാസ് ആണ് അടുത്തത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദ്. എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കാം. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നിയ്യത്ത് എവിടെയൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ? അള്ളാഹുവിലേക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. എന്റെ റബ്ബേ, നീ എന്നെ വഴിതെറ്റിച്ചു എന്ന കാരണം കൊണ്ട് ഭൂമിയിലുള്ളത് മനുഷ്യർക്ക് മുഴുവൻ ഞാൻ അലങ്കാരമാക്കി, ഭൂമിയിലുള്ള മനുഷ്യർ അവർക്ക് ഞാൻ അത് അലങ്കാരമായി തോന്നിച്ചു കൊടുക്കും. തിന്മകൾ മുഴുവൻ അവരെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. പിശാച് പറയാണ്, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ഞാൻ വഴിതെറ്റിക്കും, എല്ലാ തിന്മകളും അവർക്ക് ഞാൻ അലങ്കാരമാക്കി തോന്നിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് തന്നെ അതുകൊണ്ട് പറഞ്ഞൊരു വാചകം ഖുർആൻ കൊടുത്തിട്ടുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇഖ്ലാസുള്ള അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന നിന്റെ അടിയാറുകൾ ഒഴികെ, ഇഖ്ലാസ് എന്ന തൗഹീദ്, തൗഹീദുള്ള നിന്റെ അടിയാറുകൾ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇഖ്ലാസും തൗഹീദും നമ്മൾ നിലനിർത്തിയാൽ നമുക്ക് കണ്ണേറിൽ പിശാചിന്റെ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിശാചുമായി ബന്ധമുള്ളതാണ് സിഹറും കണ്ണേറും എന്നുള്ളത്. രക്ഷപ്പെടാൻ നമുക്ക് എന്ത് വേണം? ഇഖ്ലാസ് നിലനിർത്തണം. ഒന്നും നമ്മൾ സൃഷ്ടികളിലേക്ക് ചായ കൊടുക്കരുത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ചേർത്ത് പറയാൻ പഠിക്കണം. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹ. നിങ്ങൾ ഏതൊരു അമല് ചെയ്താലും അത് നിഷ്കളങ്കമായി ചെയ്യണം. അതേപോലെ അള്ളാഹുവിന്റെ മുഖം മാത്രം അത് മുഖേന പ്രതീക്ഷിക്കണം. അല്ലാത്ത അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. സ്വഹീഹായ ഹദീസ് ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചത്. ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന അമലല്ലാതെ, അള്ളാന്റെ വജ്ഹ് കാണണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന അമലല്ലാതെ അള്ളാഹ് സ്വീകരിക്കൂല. നമ്മൾ പല അമലും ചെയ്യൽ എന്താണ്? ആളുകൾക്ക് വേണ്ടി, പത്രക്കാർക്ക് വേണ്ടി. മനസ്സിലായില്ലേ? ഒരു ഖുർആൻ ക്ലാസ്സോ കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണെന്ത്, അല്ല മൗലവി ഒരു 5 മിനിറ്റ് കൊണ്ട് ക്ലാസ് എടുക്കണം, അല്ല കഴിഞ്ഞു പിരിഞ്ഞു, അതതിനും വേണ്ടിയില്ല, ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതെന്താ? അത് അള്ളാന്റെ വജ്ഹാണ് അതിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാ? എന്നിട്ട് വേണം ആ പത്രത്തിൽ കൊടുക്കാനും ഫോട്ടോ എടുക്കാനും. ഫോട്ടോഗ്രാഫർ നേരം പോയി പിന്നെന്ത് ചെയ്യുക? ഒന്ന് പോസ്റ്റ് ചെയ്തെടുക്കുക. അള്ളാന്റെ വജ്ഹാണോ? അവിടെ എന്ത് സംഭവിക്കും? ഇഖ്ലാസ് നഷ്ടപ്പെടും. അപ്പൊ ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കണം. ചെറിയ ശിർക്കിൽ നിന്ന് വലിയ ശിർക്കിലേക്ക് പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ കരുത്ത് വേണം. അപ്പൊ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. സൂറത്തുൽ ഹിജ്റിലെ 42-ാമത്തെ ആയത്തിൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ അടിയാറുകൾ അവരുടെ മേൽ പിശാചിന് ആധിപത്യം ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കണം. എല്ലാവരും അള്ളാഹിന്റെ അടിമ തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ അടിമയാണെന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവർ കുറവാണ്. അള്ളാഹിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ജീവിച്ചാൽ അള്ളാഹുവിന്റെ അടിമകളുടെ മേൽ സ്വാധീനം ചെലുത്താൻ ആർക്ക് കഴിയില്ല? പിശാചിന് തീരെ വിഷമമുണ്ടാകാൻ കഴിയില്ല. അവരെ കീഴ്പ്പെടുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. അവരെ കീഴ്പ്പെടുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ അടിയാറുകളായി തീരാൻ വേണ്ടി കൃത്യമായി നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ആ നിലക്കുള്ള ഇബാദത്തുകൾ നമ്മൾ കണിശമായി നിർവഹിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്.
ഹജ്ജ് വരെയുള്ള കാര്യങ്ങൾ, ബലിയിറക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിക്കും. മറ്റൊന്ന് അൽ ജമാഅത്തിന്റെ കൂടെ ചേരുക. അൽ ജമാഅത്ത് എന്ന സംഘടനയല്ല, സ്വഹാബികൾ. സംഘടനകൾ ഒരു ഭാഗത്തും സ്വഹാബികൾ വേറൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരെ കൂടെ നിൽക്കണം? നമ്മൾ സലഫിയത്തിന്റെ കൂടെ നിൽക്കണം. അതല്ല നമ്മൾ പാർട്ടി, സലഫിയത്ത് പറയുന്ന പാർട്ടി വേറൊരു അഭിപ്രായം പറയുന്നെങ്കിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയ അഭിപ്രായത്തിന്റെ അപ്പുറത്തുള്ള അഭിപ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഏത് വിഷയത്തിലും ആരെ കൂടെ നിൽക്കണം? സ്വഹാബത്തിന്റെ കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദ ബഹ്ബൂഹത്തൽ ജന്നതി ഫൽയൽസമിൽ ജമാഅ. ആരെങ്കിലും സ്വർഗത്തിന്റെ സൗരഭ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ സ്വഹാബത്തിന്റെ കൂടെ നിലകൊള്ളട്ടെ. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്. പിശാച് വേറിട്ട് നിൽക്കുന്നവന്റെ കൂടെയാണ് ഉണ്ടാവുക. വഹുവ മിനൽ ഇസ്നൈനി അബദ്. രണ്ടാളുണ്ടെങ്കിൽ തന്നെ പിശാച് അകന്നു പോകും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സലഫിയത്തിന്റെ കൂടെയും സലഫിയത്ത് ഉൾക്കൊള്ളുന്നവരുടെ കൂടെയും ചേർന്ന് നിൽക്കണം. അൽ ജമാഅത്ത് കേവലം സംഘടനയല്ല, ഒരുമിച്ച് നിൽക്കണം. സംഘടിതത്വം വേറെ, സംഘടന വേറെ. അത് രണ്ടും ഒന്നായിട്ടാരും കണക്കാക്കണ്ട. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അത് ഏതിന്റെ അടിസ്ഥാനത്തിൽ? അൽ ജമാഅത്ത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅ, അസ്സലഫ്, സ്വഹാബികൾ, അവരുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് കഴിവതും തനിച്ചാകാതിരിക്കുക എന്നുള്ളതാണ് പരിഹാരം. യാത്രയിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക. ദീർഘയാത്രകളൊക്കെ കൂടെ ഒരാളും കൂടെയുള്ള യാത്രകൾ ആകാൻ പരമാവധി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ദീർഘമുള്ള ദിവസങ്ങൾ എടുക്കുന്ന യാത്ര ഒറ്റക്കായി പോകുമ്പോൾ വിശായം എന്ത് ചെയ്യും? നമ്മളെ തള്ളിയിട്ടുണ്ടോ? നമുക്ക് സ്വഹാബത്തിനെ മനസ്സിലാക്കാനോ ചൂണ്ടിക്കാട്ടിത്തരാനോ പ്രവാചകന്റെ മാതൃകയിലേക്ക് പ്രേരിപ്പിക്കാനോ ആളില്ലാതെ പോകും. അതുകൊണ്ട് തഖ്വയുള്ള സഹയാത്രികരുമായി മാത്രം ദീർഘയാത്രക്ക് നമ്മൾ എന്ത് ചെയ്യുക, പുറപ്പെടുക എന്നുള്ളതാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫുർഖത്തു അദാബ്. ഭിന്നത പീഡനവും ജമാഅത്ത് കാരുണ്യവുമാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം എപ്പോഴും ഹക്കിൽ അടിയുറച്ചു നിൽക്കും. ലാ യളുറുഹും മൻ ഖദലഹും. ആ വിഭാഗത്തെ ആര് കൈയൊഴിഞ്ഞാലും അത് അവർക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹിന്റെ കൽപ്പന വരുന്നവരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹക്കിൽ അടിയുറച്ചു നിൽക്കുന്ന സംഘം ആരാണ് എന്ന് കണ്ടെത്തണം. അതിൽ അവരുടെ കൂടെ നിൽക്കണം. അതാണ് ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. അത് പിശാചിനെ അകറ്റാൻ. കാരണം ഒറ്റപ്പെടുന്നവരാണ് എന്ത് ചെയ്യുക? പിശാച് വേഗം പിടിച്ചു കൊണ്ടുപോവുക. അപ്പൊ പിശാചിന്റെ ദ്രോഹത്തിൽ നിന്ന് കരകയറാൻ നമ്മൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിക്കണം. അത് യാത്രയിലോ രോഗസമയത്തോ പെരുമഴയുള്ളപ്പോഴോ ഉള്ള ഇളവ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ എന്തില്ല? ഇളവില്ല. മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ വലാ ലാ തുഖാമു ഫീഹിമു സ്വലാ വലാ ബദവിൻ വലാ ലാ തുഖാമു ഫീഹിമു സ്വലാ ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹിമു ശൈത്വാൻ ഫഅലൈക ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു ദിഅബു മിനൽ ഗനമിൽ ഖാസിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദാവൂദിന്റെ സുനനിൽ ഹസനായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, അബൂ ദർദാ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് 3 ആളുകളുണ്ട്. പക്ഷെ അവിടെ ആ 3 ആളുകൾ ഒരുമിച്ച് നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ പിശാച് കീഴ്പ്പെടുത്തും. അപ്പൊ ഒരു നാട്ടിൽ 3 ആളുണ്ടെങ്കിൽ ആ 3 ആൾ വേറെ വേറെ ഒറ്റ നമസ്കരിക്കരുത്, ഒരുമിച്ച് നമസ്കരിക്കണം. ഒരു നാട്ടിൽ വെറും 3 ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഈ കുരുവിക്കൂട് പോലുള്ള പള്ളി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ആ 3 ആൾ ഒരുമിച്ച് നമസ്കരിക്കാനുള്ള സംവിധാനം എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഒരു നാട്ടിൽ ഒരു 3 ആളെങ്കിലും ഒരാദർശമുള്ളവരുണ്ടായിട്ട് അവർ ഒരുമിച്ച് നമസ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിശാച് അവരെ കീഴ്പ്പെടുത്തും. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആട്ടിൻകുട്ടിയാണ് ആര് പിടിച്ചുകൊണ്ടുക? പക്ഷേ അപ്പൊ പൈശാചിക ബാധയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഇങ്ങനെ ഹക്കുള്ളവരിൽ നിന്ന് വേറിട്ട് ഒറ്റക്ക് മാറി കുഫറിന്റെയും ശിർക്കിന്റെയും വിദേഹത്തിന്റെ ഇടയിൽ പോയി താമസിക്കുന്നവർക്കാണ് പിശാച് ബാധ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് കാണാൻ സാധിക്കും. ഇസ്തഹവദ അലൈഹിം ശൈത്താൻ. പിശാച് അവരെ കീഴടക്കി. അൻസാഹും ദിക്റല്ലാഹ്, അള്ളാന്റെ ദിക്ർ അവൻ മറപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയില്ല. പിന്നെ സൂറത്തുൽ മുജാദല 19-ാമത്തെ ആയത്ത്. പിശാച് കീഴടക്കുന്ന ഒരു സംഘത്തിന് അള്ളാന്റെ ദിക്ർ മറന്നുപോകും, നിസ്കാരം മറന്നുപോകും. അതെവിടെയുള്ളത്? സൂറത്തുൽ മുജാദല 19-ാമത്തെ ആയത്ത്. അപ്പൊ ജമാഅത്ത് നിസ്കാരത്തിൽ അങ്ങേയറ്റത്തെ അലംഭാവം സംഭവിക്കും. മനസ്സിലാക്കണം, പിശാച് നമ്മളെ കീഴ്പ്പെടുത്താണ്. രക്ഷപ്പെടാൻ നോക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്നുള്ള അടുത്തത് ഞാൻ വിശദീകരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ മുറുകെ പിടിക്കേണ്ട തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. അത് രണ്ടും മുറുകെ പിടിക്കണം. ധാരാളം ആയത്തുകൾ, ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. വഅന്നഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിയു വലാ തത്തബിയു സുബുൽ. പ്രവാചകൻ കാണിച്ച നേർമാർഗം, അത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ കാണിച്ച നേർമാർഗം, അതിനെ നമ്മൾ പിൻപറ്റണം. വ്യത്യസ്തമായ മാർഗങ്ങൾ പിൻപറ്റരുത്. പിന്നെ അള്ളാഹിനോട് ശരണം തേടുക. അള്ളാഹുവെ പിശാചിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. ഔദു ബിക മിൻ ഹമസാത്ത്
റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പിശാചുക്കൾ ഹാജരാകുന്നതിൽ നിന്നും ഞാൻ ശരണം തേടുന്നു പ്രാർത്ഥിക്കാം. ദേഷ്യം വന്നാൽ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കാരണം അൽ ഗളബു മിനശ് ശൈത്താൻ, ദേഷ്യം എവിടെ നിന്നുള്ളതാണ്? ഷെയ്ത്താൻ എന്നുള്ളതാണ്. അപ്പൊ ദേഷ്യം വന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ആ പിശാചിൽ നിന്ന് ശരണം തേടുന്ന പ്രാർത്ഥനകൾ നമ്മൾ നടത്തുക. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതേപോലെ തന്നെ സ്വപ്നത്തിൽ ദുസ്വപ്നം കണ്ടിട്ടാൽ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അപ്പൊ ആ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ പുണ്യങ്ങൾ, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനല്ല. ഇദാ ഖറഅ ഇബ്നു ആദം സജദ ഫസജദ് ഇഅ്തദൽ ശൈത്താൻ യബ്കി യഖൂൽ. നമ്മൾ സുജൂദ് ചെയ്യുന്നിടത്തോളം കാലം ശൈത്താൻ കരഞ്ഞുകൊണ്ട് വിട്ടുപോകുന്നവരാണ്. സഹീഹ് മുസ്ലിം. നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ്? നമ്മുടെ അടുത്തൊരു ശൈത്താൻ ഉണ്ടല്ലോ, ഓടിപ്പോവും. എനിക്ക് അവനെ കീഴടക്കാൻ പറ്റുന്നില്ലല്ലോ. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാച് ആളെ വിട്ടുപോകും. ഇപ്പോൾ പിശാച് മുഖേന ഉണ്ടാകുന്ന ദ്രോഹങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. പിന്നെ വൈമ്മ യൻസഗന്നക മിന ശൈത്താൻ നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹ്. എന്ത് ചെയ്യണം? പിശാച് നിങ്ങളെ സൂറത്തുൽ അഅറാഫിലെ 200-ാമത്തെ ആയത്ത്, ശൈത്താനിൽ നിന്ന് വല്ലതും നിങ്ങളെ ബാധിച്ചാൽ, നസ്ഗ് അത് പലതും ഉണ്ടാകും, വല്ലതും നിങ്ങളെ ബാധിച്ചാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം പിശാചിൽ നിന്ന് ശരണം തേടലും ദിക്റുകളും ഖുർആൻ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കണം. എല്ലായിടത്തും ഇല്ലേ പ്രാർത്ഥനകൾ ഒരുപാടല്ലേ? പിശാച് ഇപ്പം ബാത്റൂമിൽ കയറുമ്പോൾ എന്താ പറയാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. നമ്മളെന്ത് ചെയ്യണം? പിന്നെ ആൺപിശാചുക്കളിലും പെൺപിശാചുക്കളിലും ശരണം തേടുന്നു പ്രാർത്ഥിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും എന്ത് ചെയ്യും? പിശാചിനെ ശരണം തേടിയിട്ടാണ് ഫാത്തിഹയൊക്കെ ഓതി എന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുന്നത് അല്ലേ? ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, എന്നിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ബാക്കി. ചിലപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം മിൻ നഫ്ഖിഹി വ നഫ്സിഹി വ ഹംസിഹി എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുള്ളത്? സൂറത്തുൽ ഫാത്തിഹയും മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഓതാറുള്ളത്. ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹി റസൂൽ ഇന്ന ശൈത്താന ഹാല ബൈനി വ ബൈന സ്വലാത്തി വ ബൈന ഖിറാഅത്തി യൽബിസുഹാ അലയ്യ. ഞാൻ നിസ്കരിക്കാൻ നേരത്ത് ശൈത്താൻ വന്ന് എൻ്റെ നിസ്കാരത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നു. എനിക്ക് ഖുർആൻ ആയത്ത് ഞാൻ ഇൽത്തിവാസ് ആയിരുന്നു, ആയത്ത് കിട്ടുന്നില്ല, തെറ്റിപ്പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. നല്ല അറിയുന്ന സൂറത്ത് ഓതിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞത് ആക്ക ഷൈത്താൻ യുഖാലു ഖിൻസബ്. അത് ഖിൻസബ് എന്ന് പറഞ്ഞ ഷൈത്താനാണ് നിസ്കാരത്തിൽ ഖിറാഅത്ത് ഫിത്നാക്കാൻ വരുന്നത്. ഖിൻസബ് എന്ന് പറഞ്ഞ ഷൈത്താനാണ്. ഫൈദാ അഹ്സസ്തഹു ഫതഅവദ് ബില്ലാഹി. അത് നിനക്ക് അനുഭവപ്പെടുമ്പോൾ നീ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. ഖിൻസബിന്റെ അനുഭവപ്പെടുമ്പോൾ നീ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. എന്നിട്ട് ഇടതു ഭാഗത്തേക്ക് നീ 3 തവണ തുപ്പണം. എന്ത് ചെയ്യണം? വത്ഫുൽ അൻ യസാരിക സലാസൻ. അപ്പൊ നിസ്കാരത്തിൽ ഖുർആൻ തെറ്റിച്ചാൽ എന്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ പഠിപ്പിച്ചു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫുൻ മിനശ് ശൈത്താൻ തദക്കറു. തഖ്വയുള്ള ആളുകളെ പിശാചിൽ നിന്നുള്ള വല്ലതും സ്പർശിച്ചാൽ, വല്ല ബാധയും അവർക്കുണ്ടായാൽ, തദക്കറു, അവർ ദിക്റുകൾ ചൊല്ലണം, അവർ ഓർക്കണം. ഓർക്കാൻ തന്നെ ഏതെങ്കിലും ദിക്റുകൾ ചൊല്ലുക, പിശാചിനെ അകറ്റുന്ന വല്ല ദിക്റുകളും ചൊല്ലുക. ഫൈദാഹും നഫറവല്ലതിന്റെയും രക്ഷപ്പെടും എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത്. ദേഷ്യം വരുന്ന നേരത്തെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. കഴുത കരയുന്നത് എപ്പോഴാണ്? പിശാചിനെ കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫതഅവദു ബില്ലാഹി മിനശ് ശൈത്താൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ രംഗത്തും ഈ പിശാചിൽ നിന്നും, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും, പിശാചിനെ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും കരകയറാനുള്ള പ്രതിരോധ മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സിഹറിൽ നിന്നും അതേപോലെ തന്നെ കണ്ണേറിൽ നിന്നുമൊക്കെ കരകയറണത് കാരണമായി തീരും. പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു അടിമയെ വാങ്ങി, ആ സമയത്ത് അതിന്റെ ഷർറ് വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജലബത്ഹാ അലൈഹി എന്ന് പ്രാർത്ഥിക്കണം. ദമ്പതികൾക്കിടയിലുള്ള പ്രാർത്ഥനയല്ലേ? ഷർറില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് അതിലൂടെ കടന്നു വരുന്ന പൈശാചിക ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴികളാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. അതിൽ പെട്ടെന്നാണ് സൂറത്തുൽ ബഖറ. ബഖറ എന്താ? ലാ തജഅലു ബുയൂതകും ഖുബൂറൻ. നിങ്ങളുടെ വീടിനെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഫഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ
ലാ യദ്ഖുലുഹു ശൈത്വാൻ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇടക്കിടക്ക് വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറ അങ്ങനെ കുറേശ്ശെ ഓതി തീർക്കണം. പിശാചിന്റെ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് തോന്നാൻ ഇത് പ്രത്യേകിച്ച് ഇടക്കിടക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പിശാചിന്റെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൂടി ദേഷ്യം പിടിക്കലും ബഹളം ഉണ്ടാക്കലും അങ്ങനെ വീട്ടിലുണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സൂറത്തുൽ ബഖറ ഓതണം, കുടുംബത്തെ അതിനെ പ്രേരിപ്പിക്കണം. വീട് നിങ്ങൾ ഖബറാക്കരുത്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. കാരണം ഫൈന ശൈത്താന ലാ യദ്ഖുലു ബൈതൻ യുഖറഉ ഫീ സൂറത്തുൽ ബഖറ. മറ്റൊരു ഹദീസിൽ കാണാം ബഖറ ഓതുന്ന വീട്ടിൽ എന്ത് ചെയ്യില്ല? ശൈത്താൻ കയറൂല. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആയത്തുൽ കുർസി നേരത്തെ ഞാൻ പറഞ്ഞു. ആയത്തുൽ കുർസി ഓതേണ്ട സമയങ്ങൾ പ്രത്യേകമായ സമയമുണ്ട്. എപ്പോഴും ഓതാം. ഏത് സമയത്തും ആയത്തുൽ കുർസി വലിയ ആശ്വാസം കിട്ടും. അത് സിഹറിൽ നിന്നുള്ള മോചനത്തിന് ഓതണം, കണ്ണീറിൽ നിന്നുള്ള മോചനത്തിന് ഓതണം. അത് രണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? സിഹറും കണ്ണീറും ഷർറ് വരാതിരിക്കാൻ നമ്മൾ ആയത്തുൽ കുർസി ഓതണം. അതിന്റെ പുറമെ നമ്മൾ രാവിലെ ദിക്ർ ചെല്ലുമ്പോഴും വൈകുന്നേരം ദിക്ർ നമ്മൾ ആയത്തുൽ കുർസി ഓതും. ഓരോ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആയത്തുൽ കുർസിയിൽ ഒട്ട് ഓതും അല്ലേ? അതേപോലെ തന്നെ പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? ആയത്തുൽ കുർസി ഓതും. അങ്ങനെ ആയത്തുൽ കുർസി നമ്മൾ എന്ത് ചെയ്യണം? പതിവാക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളെ കുറിച്ച് നേരത്തെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വായിക്കുന്നില്ല. സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുകൾ മുഴുവനായിട്ടുള്ളത്, അതിന്റെ ആയത്തുൽ കുർസി, അതിൽ നിന്നും അവസാനത്തെ 2 ആയത്തുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും 10 ആയത്തുകൾ, ആദ്യത്തെ ആയത്തുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. പിന്നെ മാവിദാത്ത് ഞാൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതിൽ ചിലത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബി ഇരിപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം ഖുൽ ഹുവല്ലാഹു ഓതും, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതൊക്കെ എന്ത് ചെയ്യും? ഓതും. 3 പ്രാവശ്യം ഓതിയിട്ട് തടവിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? അദ്ദേഹം കിടക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പിന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ഉണ്ടല്ലോ ആയത്തുൽ കുർസി കൂടാതെ. ആ ദിക്റുകൾ നമ്മൾ അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വഇലൈക നശൂർ. അതേപോലെ തന്നെ അസ്ബഹന വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയ ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസനത അർശിഹി വമിദാദ കലിമാതി 3 പ്രാവശ്യം ഇല്ല. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 പ്രാവശ്യം ഇല്ല. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ 3 പ്രാവശ്യം ചൊല്ലാം. അതേപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വഅദിക തുടങ്ങുന്ന ദിക്ർ എന്ത് ചെയ്യുക? രാവിലെ വൈകുന്നേരമൊക്കെ നമ്മൾ ചുരുങ്ങിയതൊരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലുക. ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അങ്ങനെയുള്ള ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ഇല്ല 10 പ്രാവശ്യം. ഔദു ബി കലിമാത്തില്ലാഹി താമാത്ത്, പ്രത്യേകിച്ച് വൈകുന്നേരം. ഒരാളെ തേള് കുത്തി പറഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, നീ ഔദു ബി കലിമാത്തില്ലാഹി ചൊല്ലിയില്ലെന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞ എന്നെ വിഷജീവി കുത്തിയും. അപ്പൊ നബി സല്ലല്ലാഹു ചോദിക്കുക, നീ വൈകുന്നേരം ഔദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വൈകുന്നേര സമയത്തെങ്കിലും ഔദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്, ഔദു ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ, എല്ലാ പിശാചിൽ നിന്നും അതേപോലെ തന്നെ വിഷദ്രോഹത്തിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണീറിൽ നിന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ശരണം തൊടുന്നു എന്ന് പറയുന്ന ദിക്റുകൾ നമ്മൾ ഉരുവിടുക, പഠിക്കണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട സ്വഹിയായി വന്ന ദിക്റുകൾ നമ്മൾ പഠിക്കണം. അത് പഠിച്ച് സുബഹ് നിസ്കാരത്തിന് ശേഷവും അസർ നിസ്കാരത്തിന് ശേഷവും ഈ 2 സമയത്താണ് മലക്കുകൾ കൂടുതൽ ഇവിടെ ഉണ്ടാവുക. പകലത്തെ മലക്കുകൾ വൈകുന്നേരം മടങ്ങിപ്പോവും. വൈകുന്നേരത്തേക്കുള്ള മലക്കുകൾ വരുന്ന സമയം അതാണ് അസറിന് ശേഷമുള്ള സമയം. അതേപോലെ രാത്രിയിലെ മലക്കുകൾ മടങ്ങിപ്പോകും. പകലത്തെ മലക്കുകൾ വരും, അതാണ് സുബഹിന് ശേഷമുള്ള സമയം. അപ്പൊ അസറിനും സുബഹിക്കും ശേഷം നമ്മൾ സൗകര്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം? ഈ വൈകുന്നേരത്തെയും രാവിലത്തെയും ദിക്റുകൾ, ആ ദിക്റുകളെ സംബന്ധിച്ച് അത് എല്ലാ ദോഷങ്ങളിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ള സംരക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചിലെ സംരക്ഷണം എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ദിക്റുകൾ ഓരോന്നും പറയുന്ന ഹദീസുകൾ എടുത്തു വെച്ചാൽ അതിലുണ്ട് പിശാചിലെ സംരക്ഷണം, എല്ലാത്തരം ഉപദ്രവത്തിന് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, കണ്ണുകളെ നിയന്ത്രിക്കണം. കണ്ണുകളെ ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, അതേപോലെ ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. അന്യ സ്ത്രീകളെ ആസ്വദിക്കാൻ വേണ്ടി കണ്ണ് തുറന്നു വെക്കരുത്. അന്യ പുരുഷന്മാരെ കണ്ടാസ്വദിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? കണ്ണ് തുറന്നു വെക്കരുത്. കണ്ണ് ചിമ്മണം. കാണാൻ പാടില്ലാത്തത് കാണരുത്. ഹറാമിൽ നിന്ന് ചിമ്മുന്ന കണ്ണ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വ്യഭിചരിക്കാൻ അവസരം കിട്ടുന്ന രൂപത്തിൽ ചെറുപ്പക്കാരികളൊന്നും അവരുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങാടി ഒന്നും പ്രദർശിപ്പിക്കരുത്. മുഖമൊക്കെ തുറന്നിട്ടിട്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ ഒരൊറ്റ പെൺകുട്ടി മുഖം വെളിപ്പെടുത്തൂല. ഒരൊറ്റ ഹദീസ് നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഹദീസ് പഠിച്ചാൽ തഖ്വയുള്ള ഒരു പെൺകുട്ടിയും അവളുടെ സൗന്ദര്യം, മുഖത്തുള്ള സൗന്ദര്യം അന്യ ആണുങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയില്ല.
കല്യാണ വീട്ടിലാണെങ്കിലും ശരി, അങ്ങാടിയിലാണെങ്കിലും ശരി, ക്യാമ്പസിലാണെങ്കിലും ശരി. ഏതാ ഹദീസ് എന്നറിയാമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലിയുൻ ലാ തുത്ബി നളറതൻ നളറ, ഓ അലി, നീ ഒരു നോട്ടത്തിന്റെ പിന്നാലെ രണ്ടാമത് നോക്കരുത്. ഫ ഇന്നമാ ലക്കൽ ഊലാ വലൈസത് ലക്കൽ ആഖിറ. എന്താണ്? ഒന്നാമത്തത് നിനക്കുണ്ട്, അറിയാതെ കണ്ടുപോകുന്നത്, ആസ്വദിക്കാൻ വേണ്ടി കാണുന്നതോ അത് നിനക്ക് ഇല്ല എന്ന് പറഞ്ഞു. പഠിക്കേണ്ട ഹദീസ് അതല്ല. മറ്റൊരു റിപ്പോർട്ട് കാണാം എന്തുകൊണ്ട് അങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞു. കാരണം പഠിപ്പിക്കുന്ന ഹദീസാണ്, കുത്തിബ അലാ ഇബ്നി ആദം നസീബുഹു മിനസ് സിന, എല്ലാ മനുഷ്യർക്കും സിനയുടെ ഒരു ഓഹരി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, വ്യഭിചാരം. മനസ്സിലായില്ലേ? ഫഹുവ മുദറക്കുൻ ദാലിക ലാ മഹാല, സംശയം വേണ്ട, അത് ഏതെങ്കിലും നിലക്ക് ആ വ്യഭിചാരത്തിന്റെ അവസരം അവന്റെ അരികിൽ വരും. ഫൽ ഐനാനി സിനാഹുമ നദർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. അത് പഠിച്ചു നോക്കണം ഞാൻ പറഞ്ഞു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. അവൻ ഈ സൗന്ദര്യത്തിന്റെ മുഖം വെളിപ്പെടുത്തി നടക്കുന്ന ഒരു യുവതി, അവൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് ആ പെൺകുട്ടിയെ വായി നോക്കുന്ന ഒരുത്തം നോക്കിയാൽ, ആരാണ് നോക്കിയാലും ആ നോക്കുന്നവൻ ചെയ്യുന്ന എന്താണ്? വ്യഭിചാരം. വ്യഭിചരിക്കാൻ വേണ്ടി ഇവൾ എന്ത് ചെയ്തു? അവൾ മുഖം തുറന്നിട്ട് കൊടുത്തു. വിഷയം മനസ്സിലാക്കി? ഈ ഹദീസ് പഠിക്കണം എന്നാണ്. എന്താ പറഞ്ഞത്? സിനാഹുമൻ നളർ, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോട്ടമാണ്. അപ്പൊ അന്യ ആളുകൾക്ക് വ്യഭിചരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ പാടുണ്ടോ? അത് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാൽ, കേൾക്കൽ. അതാണ് എന്ത്? പ്രത്യേകിച്ച് മ്യൂസിക് കേൾക്കലാണ് കാതിന്റെ വ്യഭിചാരം. മനസ്സിലായി? അത് ഓരോന്നും കയ്യിൻ്റെത് പിടിക്കലാണ്, കാലിൽ നടക്കലാണ്, ഹൃദയത്തിൻ്റെ ചിന്തിക്കലാണ്, ലൈംഗിക അവയവം അതിനെ പൂർത്തീകരിക്കുന്നത് മാത്രമല്ല. അപ്പം എല്ലാവരും വ്യഭിചാരത്തിന്റെ വക്കിൽ വരും, കണ്ണും കാതും ഒക്കെ ആയിട്ട്. അതിനൊക്കെ നമ്മൾ തടഞ്ഞാലേ യഥാർത്ഥ വ്യഭിചാരത്തിൽ നിന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ആളുകൾ ഇബ്ലീസിനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന്, ഇബ്ലീസിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വ്യഭിചാരത്തിൽ നിന്ന് അകന്നു നിൽക്കുക. അതിന്റെ മുന്നോടിയായിട്ട് കണ്ണ് താഴ്ത്തുക എന്നുള്ളത് നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് താടിയലുകൾക്കിടയിലുള്ളതും രണ്ട് തുടയലുകൾക്കിടയിലുള്ളതും നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുക, അതേക്കുറിച്ച് നിങ്ങൾ ജാമ്യം നിന്നാൽ സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അറിയാത്തവരാരുമില്ല. അത് രണ്ടുമാണ് കൂടുതൽ ആളുകൾ വഴിതെറ്റിക്കുന്നതും പിശാചിലേക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി സൂക്ഷിക്കണം അത്തരം കാര്യങ്ങൾ. നാവ് സൂക്ഷിക്കണം. ഗീബത്ത്, നമീമത്ത്, അല്ലേ? ഇന്ന് പത്രങ്ങളും അതേപോലെ തന്നെ ചാനലുകളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇതൊക്കെ എന്തിനുള്ള? ഒക്കെ കള്ളം പ്രചരിപ്പിക്കാൻ, അറിയാത്ത കാര്യങ്ങൾ പറയാനും, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനും, അന്യ ആളുകളെ പച്ചർച്ച ചെയ്യാനുള്ളതാണ്. ശരിയല്ലേ? നമ്മളെ പാർട്ടിപ്പെട്ടവരല്ലെങ്കിൽ വേഷായി. മറ്റുള്ളവരുടെ ന്യൂനതകൾ ആസ്വദിക്കുക എന്നുള്ളത് രോഗമാണ്. ആ രോഗം പ്രകടമാകുന്നത് നാവിലൂടെ, ജിഹ്വയിലൂടെ. നാവ് എന്ന് പറഞ്ഞാൽ വെറും നാവ് മാത്രമല്ല, പേനയും അതേപോലെ തന്നെ എഴുത്തും പത്രവും ഒക്കെ അതിൽ പെടും. അപ്പൊ എന്താണ്? അത് നമ്മൾ സൂക്ഷിക്കണം. കാരണം അവിടെയൊക്കെ പിശാച് കയറി വരും, പിശാച് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ നന്നായി, ഇത്ര ഹദീസുകളായി ഉണ്ടെന്നുള്ള ഞാൻ പറയേണ്ടതില്ല, അത്രമാത്രം ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഊഹാപോഹങ്ങൾ പറയാ, കളവ് പറയാ, ഗീബത്ത്, നമീമത്ത്, ഇതൊക്കെ നമ്മൾ പിശാചിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. മറ്റൊന്ന്, ആവശ്യത്തിന് വർത്താനം പറയാം. ചില ആളുകൾ വർത്താനം പറഞ്ഞ തൊഴിൽ, ആണാട്ടെ പെണ്ണാട്ടെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സറസാറു എന്നാണ് പറയാ അവരെ പറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അബ്ഗദകും ഇലയ്യ വ അബ്ഗദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അസ്സറസാറൂൻ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും ഖിയാമത്ത് നാളിൽ എന്റെ അരികിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കേണ്ടി വരുന്നതും വെറുതെ വർത്താനം പറയുന്നത്, വായിട്ടലയ്ക്കുന്നവരാണ്. വായിട്ടലക്കൽ നിർത്തണം, ശൈത്താൻ രക്ഷപ്പെടാൻ വേണ്ടി. വെറുതെ വർത്താനം പറയുന്നവരുടെ ഇടയിൽ ആര് കയറും? ശൈത്താൻ കയറിയിട്ട് ആവശ്യമില്ലാത്ത ഭാര്യ വാക്കുകൾ എന്ത് ചെയ്യും? പറയിപ്പിച്ചാളി. വർത്തമാനം ആവശ്യത്തിന് പറഞ്ഞാൽ മതി, പറയേണ്ടത് പറഞ്ഞാൽ മതി. വെറുതെ വർത്തമാനം എന്തെങ്കിലും ചിലർക്ക് നാവിനെ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നോക്കും. അങ്ങനെ പറയുന്ന ആളുകൾ ആ പരിപാടി നിർത്തണം. അത് പൈശാചികമാണ്. പിശാചിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വളവള സർസാറൂൻ, മനസ്സിലായില്ലേ? ആളുകൾ ടോക്കറ്റീവായിട്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. അത് പാടില്ല. പിന്നെ അഹങ്കാരികളെയും അതിലെണ്ണിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഞെരുക്കമുണ്ടാക്കുന്നവരെയും അതിലെണ്ണിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യം എണ്ണിയത് വെറും വർത്താനം പറയുന്ന ആളുകളെയാണ്. പിന്നെ തെറി പറയാ, അശ്ലീലം പറയാ. കൂട്ടുകാരൊക്കെ തമ്മിൽ ഇങ്ങനെ കൂടുന്ന നേരത്തെ അശ്ലീലം പറയാ, അശ്ലീല മെസ്സേജ് അയക്കുക, തമാശക്കായിരിക്കും വെച്ചാലേ അശ്ലീല ഡയലോഗുകൾ പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ നമ്മൾ പിശാചിലേക്ക് അടുപ്പിക്കുന്ന കാര്യവും ഈ സിഹറും കണ്ണീറും ഒക്കെ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ബാധിക്കാൻ കാരണമായ സംഗതിയാണ് ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ആളുകളെ ശകാരിക്കുക, തെറി വിളിക്കുക, ചീത്ത പറയാന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? ഓലെ ശപിക്കുക. ഈ ഭണ്ഡാരടക്കാന്നൊക്കെ പറയില്ലേ? മക്കളെ വരെ ഉമ്മാരെന്ത് പറയും? ഭണ്ഡാരടക്കാന്ന് പറയും. ഉമ്മാരെ വിളിച്ചിട്ട് ഭണ്ഡാര തള്ളാന്ന് പറയും. അങ്ങനെ അതൊരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെയുള്ള ശാപവാക്കുകളൊന്നും ഒരു മുസ്ലിമിൻ നാവിൽ നിന്ന് വരരുത്. അവിടെയൊക്കെയാണ് ഈ സിഹറും കണ്ണറും ഏറ്റവും പെട്ടെന്ന് ഏൽക്കുക, ഇങ്ങനെ ശീലിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശാപം കുറയ്ക്കണം. മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ ദുഷിച്ചു പറയരുത്. അവരെ അള്ളാഹിന്റെ അടുത്തേക്ക് വിട്ടു കഴിഞ്ഞു.
അവരെന്തെങ്കിലും തെറ്റായ ആദർശം പ്രചരിപ്പിച്ചത് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടാന്നല്ലാതെ വ്യക്തിഹത്യയാണ്, മരിച്ചുപോയ ആളുകളെ വ്യക്തിഹത്യ നടത്തി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരെ കുറിച്ച് നല്ലത് പറയുക എന്ന് പറഞ്ഞു. പിന്നെ തമാശ ഒരിക്കലും നമ്മൾ അധികരിപ്പിക്കരുത്. എപ്പോഴും കോമഡി, ഏത് സമയത്ത് തമാശ, കളി വിനോദം അങ്ങനെ നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത് എന്താണ്? അത് നമ്മെ തീർച്ചയായിട്ടും നമുക്ക് ഗൗരവബോധം നഷ്ടപ്പെടുത്തും, ദിക്റുകൾ നഷ്ടപ്പെടുത്തും, അവിടെ പൈശാചിക സ്വാധീനം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ സിഹറും ഐനും ഒക്കെ അത് ബാധിക്കാൻ ഉള്ള ഏറ്റവും ഒരു എളുപ്പ വഴിയായി തീരും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. നുണ പറയരുത്. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് സൗത്ത് ഇബ്ലീസ്, ഇന്നൽ ഖിനാ അല സൗത്ത് ഇബ്ലീസ്. ഇബ്ലീസ് അവന്റെ ശബ്ദം കൊണ്ട് അവന്റെ ആളുകളെ ഇളക്കി വിടുമെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്ലീസിന്റെ ശബ്ദം ഏതാണ്? മ്യൂസിക്കാണ്. മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇബ്ലീസിലേക്ക് അടുക്കണം. ഇബ്ലീസ് നമ്മളിൽ കയറി വരുന്ന വഴിയാണ്. അതുകൊണ്ട് സംഗീതോപകരണങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. കള്ളും പ്രശ്നക്കോലുകളും പ്രതിഷ്ഠകളും ഹറാമാക്കിയ കൂട്ടത്തിലാണ് സംഗീതോപകരണങ്ങൾ ഹറാമാക്കിയത്. മനസ്സിലായില്ലേ? ഞാൻ വാദ്യോപകരണങ്ങൾ തുടച്ചു നീക്കാനാണ് നിയുക്തനായത്. ബോയിസ്തു ബി മഹ്കൽ മആസിഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ ചരൽ വർഷവും രൂപഭേദവും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലും ഒക്കെ ശിക്ഷയായി വന്നിറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദഫും ഖദഫും മസ്ഹും എല്ലാം അവർക്ക് ശിക്ഷയായി വന്നിറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മ്യൂസിക് ഇബ്ലീസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഉള്ളിടത്ത് ഈ സിഹറിന്റെ ബാധയും ഐനിന്റെ ബാധയും ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ കടന്നു വരും. മ്യൂസിക്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അള്ളാഹുവിന്റെ കലാം ഖുർആനാണ്, മ്യൂസിക് ഇബ്ലീസിന്റെ കലാമാണ്. അള്ളാഹിന്റെ കലാമും ഇബ്ലീസിന്റെ കലാമും നമ്മളങ്ങനെ ഒരുമിച്ച് കൊണ്ടെടുക്കാം. അതുകൊണ്ട് മ്യൂസിക്കിനെ ഒഴിവാക്കിയിട്ട് ഖുർആനെ സ്നേഹിക്കുക, അത് പഠിക്കുക, അത് ഓതാൻ പഠിക്കുക, അതിന്റെ ആശയങ്ങൾ പഠിക്കുക, അത് പാരായണം ചെയ്യുക. അങ്ങനെ ഖുർആനുമായുള്ള ബന്ധം ഉണ്ടായ പിന്നെ മ്യൂസിക്കിനവിടെ നേരം. അതുകൊണ്ട് മ്യൂസിക്കിനെ ഒരാൾ ഇഷ്ടപ്പെട്ട് മ്യൂസിക്കിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അവരോട് സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇനി മ്യൂസിക് ഇല്ലാത്ത പാട്ട് തന്നെ അക്ബർ ഹമ്മാക്കെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് ഇല്ലാത്ത പാട്ടിന് കുഴപ്പമില്ല, നല്ല അർത്ഥമുള്ളത്. ഈ പെണ്ണിനെ വർണ്ണിക്കുന്നതും അശ്ലീലമുള്ളതും തോന്നിവാസങ്ങളും പാടാൻ പാടില്ല, കളവും കള്ളക്കഥകളൊന്നും പാട്ട് പാടാൻ പാടില്ല. എന്തെങ്കിലും ഗുണപാഠമുള്ളതും ആശയമുള്ളതും ചരിത്രം പഠിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പാട്ട് പാടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പാട്ട് ഒരാൾ ജീവിതത്തിന്റെ പ്രൊഫഷനായി എടുക്കരുത് എന്ന് ഹദീസുണ്ട്. ഞാൻ തജേലു ഷീറ അക്ബർ ഹമ്മിക്കും, നിങ്ങൾ കവിതയെ നിങ്ങളുടെ മുഖ്യ ഉപാധിയാക്കരുത്. മനസ്സിലായില്ലേ? കവിത പോലും അതൊരാൾ മുഖ്യ ഉപാധിക്കാൾ മ്യൂസിക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് അവിടെ സൂക്ഷിക്കേണ്ട കാര്യം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മ്യൂസിക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. മറ്റൊന്ന് ചിത്രങ്ങളും രൂപങ്ങളും. ചിത്രങ്ങളുള്ള വീട്ടിലെന്താണ്? മലക്കുകൾ വന്നിറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രൂപങ്ങൾ മനസ്സിലായി. ഈ പത്രത്തിലെ ചിത്രമാണെങ്കിലും ശരിയാണ്. അതുകൊണ്ട് ഈ ചിത്രങ്ങളൊക്കെ ഉള്ള പത്രവും കടലാസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ വെച്ചാൽ ബറക്കത്ത് കുറയും. അവിടെ ഈ സിഹറും അതേപോലെ തന്നെ ഐനും ഒക്കെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ വീട്ടിന്റെ പുറത്ത്. മനസ്സിലായില്ലേ? ചിത്രങ്ങൾ, രൂപങ്ങൾ, ശില്പങ്ങൾ. ഈ ഷോക്കേസിലുണ്ടല്ലോ ഇങ്ങനെ രൂപങ്ങൾ വെക്കല്, പക്ഷിയുടെ രൂപം, മൃഗത്തിന്റെ രൂപം, ഒട്ടകം, ആന, തത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോയാൽ ആരെങ്കിലും അത് ഉണ്ടാവില്ല മിക്ക വീട്ടിലും. അഥവാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മറന്നൊരു പൊട്ടിച്ചേളണം അല്ലെങ്കിൽ കത്തിച്ചേളണം. വേറെ ആർക്കും കൊടുക്കരുത്. എനിക്ക് വേണ്ടാതെ മറ്റൊന്നും കൊടുക്കാനും പാടില്ല, കളയണം. മനസ്സിലായില്ലേ? പിശാചുക്കൾ അള്ളിപ്പിടിക്കുന്ന സ്ഥലങ്ങളാണ് ഈ രൂപങ്ങളൊക്കെ. നരകം മഹ്ശറിൽ എഴുന്നേറ്റ് സംസാരിക്കും. ഇനി വക്കിൽത്ത് ബിസലാം, 3 ആളെ ഞാൻ കൊണ്ടുപോകുന്ന നരകം പറയാം. വിചാരണന് മുമ്പ് നരകം വരില്ലേ മഹ്ശറിൽ? മഹ്ശറിൽ ഹാജരാക്കപ്പെടല്ലോ. 490 കോടി മലക്കുകൾ നരകത്തെ വലിച്ചയച്ചു കൊണ്ടുവന്ന് അവിടെ വെക്കും, മഹ്ശറിൽ വെക്കും. എന്നിട്ട് നരകത്തിന്റെ തീനാളങ്ങൾ ഉയർത്തിയിട്ട് സംസാരിക്കും. ഒരു കഴുത്തിങ്ങനെ വന്ന് തുറച്ചു നോക്കുന്ന കണ്ണുകളുമായി നീട്ടിയ നാവുമായി സംസാരിക്കും. എന്താ സംസാരിക്കുന്നത്? ഇനി വക്കിൽത്ത് ബിസലാസ്, 3 ആളുകളെ ഞാൻ ഏറ്റെടുത്തു. അതിലൊന്ന് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത് ആരാണോ, അള്ളാഹ് അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചവനെ മുഴുവൻ ഈ വിചാരണ ഞാൻ കൊണ്ടുപോകും, നരകം പറയാൻ ഞാൻ പിടിച്ചോണ്ടു. രണ്ടാമത്തത് കുല്ലൂത്തുവിൻ ജബ്ബാർ, അഹങ്കാരികളും സ്വേച്ഛാധിപതികളുമായ എല്ലാവരെയും ഞാൻ പിടിച്ചോണ്ടുപോകും. മൂന്നാമത്തത് കുല്ലു മുസവ്വർ, എല്ലാ ചിത്രകാരന്മാരെയും, രൂപങ്ങൾ ഉണ്ടാക്കുന്ന, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന, ചിത്രം വരയ്ക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ എന്ത് ചെയ്യും? കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടി നമ്മളത് കാണേണ്ടതാണ്. അതുകൊണ്ട് ഈ ഫോട്ടോ ഭ്രമം, ആൽബം ഭ്രമം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റണം. കാരണം ചിത്രത്തിന്റെ, ശില്പത്തിന്റെ, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രത്തിന്റെ, ശില്പത്തിന്റെ സാന്നിധ്യം എന്താണ്? പിശാചിന്റെ സാന്നിധ്യത്തിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്ധ്യാസമയം അടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കുഫു സുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. കുട്ടികൾ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം എന്ന് പഠിപ്പിച്ചു. കുട്ടികളെ പിടിച്ചു വെക്കാൻ അർത്ഥം, ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെ മഗ്‌രിബിന്റെ നേരത്തെ, പിശാചുക്കൾ വിഹരിക്കുന്ന ഒരു സമയമാണ്, ആ നേരത്ത് പുറത്തേക്ക് വിടരുത്.
വീട്ടിൻ്റെ അകത്ത് കയറണം. ഇത് ഉമ്മാമക്കഥയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. വൈകുന്നേര സമയത്ത് വീട്ടിലുള്ള എല്ലാ ജനലും വാതിലും ബിസ്മില്ലാ എന്ന് ചൊല്ലി അടയ്ക്കണം. അത് കുട്ടികളെ പഠിപ്പിക്കണം, നമ്മളത് ചെയ്യണം. മനസ്സിലായില്ലേ? അത് വീടാണെങ്കിലും ശരി, ഓഫീസാണെങ്കിലും ശരി, പള്ളിയാണെങ്കിലും ശരി, വൈകുന്നേര സമയത്ത് എന്ത് ചെയ്യണം? മഗ്‌രിബിന്റെ സമയത്ത് എന്ത് ചെയ്യണം? ബിസ്മില്ല. ആ ബിസ്മിയുടെ ബർക്കത്താണ്. മനസ്സിലായില്ലേ? ഇനി ആ വാതിൽ ഉള്ളിൽ കൂടെ ശൈത്താൻ വരില്ലെന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ബിസ്മിയുടെ ബർക്കത്തോടാണ് പിശാച് എന്ത് ചെയ്യാത്തത്? അകത്ത് കയറാത്തത്. പിശാചിൽ നിന്നും സംരക്ഷണം കിട്ടാൻ, പിശാചിന്റെ ബാധയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് വൈകുന്നേര സമയത്ത് വീടുകളിൽ എന്ത് ചെയ്യണം? ജനലും വാതിലൊക്കെ ഉണ്ടല്ലോ, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുറക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ തുറക്കാം. അത് കൊതുക് വരുന്ന വിചാരിച്ചിട്ട് മാത്രമല്ല, പിശാചിന്റെ സ്വാധീനം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറഞ്ഞ് ജനലുകൾ അടയ്ക്കണം. അത് കുട്ടികളെ പഠിപ്പിക്കണം, അത് ചെയ്യണം. അതേപോലെ ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കണം. ഇത് സമയത്ത് പാത്രങ്ങളിലെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മൂടി വെക്കണം. പ്രത്യേകിച്ച് വൈകുന്നേരം വിളക്കണയ്ക്കാനും പാത്രങ്ങൾ മൂടി വെക്കാനും കൽപ്പിച്ചു. ഒരു മൂടി കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വടിയെങ്കിലും എടുത്തു വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി എന്ത് പറഞ്ഞു? വീട്ടിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, വെള്ളം വെക്കുന്ന പാത്രം, ആ പാത്രം മൂടിയിടണം. അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യണം. വീട്ടിലുള്ള ലൈറ്റ് ഓഫ് ചെയ്യൽ സുന്നത്താണ്. മനസ്സിലായില്ല? അത് കറണ്ടിൻ്റെത് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് ആരും പറയണ്ട. മനസ്സിലായില്ലേ? വിളക്കണയ്ക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് വൈകുന്നേര സമയത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യരുത്? കിടക്കരുത്. അകത്തും പുറത്തുള്ള ലൈറ്റൊക്കെ നമ്മൾ അണച്ചു വെക്കണം. കിടക്കാൻ നേരത്ത്, രാത്രി കിടക്കുന്ന ഏറ്റവും അവസാന സമയം വരുന്ന നേരത്ത് എന്ത് ചെയ്യണം? അത് ഇട്ട് വെക്കുന്നതിൽ ഗുണമുണ്ടെന്ന് ഇബ്ലീസ് പറയും. ലൈറ്റ് ഇട്ട് വെക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് ഇബ്ലീസ് പറയും. അത് വെറും പറച്ചിൽ മാത്രമാണ്. അള്ളയല്ല പറഞ്ഞല്ല നമ്മൾ നോക്കേണ്ടത്. വഹി അനുസരിച്ച് വന്ന എന്താണ്? രാത്രി ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യം ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ ഇതൊക്കെ സിഹറിന്റെയും ഐനിന്റെയും ബാധകൾ നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ, ഇനി ഇതിനെ നിസ്സാരമായി കാണുക. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണം വരെ കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ ഇത് പതിവാക്കിയാൽ തന്നെ നമുക്ക് അതിനുള്ള സംരക്ഷണം തരാനിരിക്കാം. ഇനി ബാധിച്ചവരെ എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവേണ്ടതില്ല. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ റുക്കയെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുക. അത് പഠിച്ചവരാണ് തിരിച്ചറിയാം. അതാ റുക്കയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ സാധാരണക്കാരും എല്ലാവരും പഠിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസറാന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞത്? അത് ഡോക്ടർ പഠിച്ചു, അയാൾ പറഞ്ഞു. അത് നിങ്ങൾ പഠിക്കണം നിർബന്ധമുണ്ടോ? പഠിക്കാൻ പറ്റിയാൽ നല്ലത് അല്ലേ? ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞു വരും. നമ്മൾ കുറേ എണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരും. എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള നിലപാട്. പലരും ചോദിക്കുന്നത് എന്തിനറിയോ? എങ്ങനെ മനസ്സിലാകുന്ന ചോദ്യം ഒരു ഇരട്ടത്താപ്പിന്റെ ചോദ്യമാണ്. അറിയാൻ വേണ്ടി ചോദിക്കല്ല. അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പലരും അത് ചോദിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും കഴിയില്ല, എന്നാ പിന്നെ ആ സാധനമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നിങ്ങൾ ആരാ ചോദ്യം ചോദിക്കരുത്. മനസ്സിലാക്കുന്നവരുണ്ടാകാം, കഴിയുന്നവരുണ്ടാകാം, കഴിയാത്തവരുണ്ടാകാം. അതിനാണ് റുഖ്യ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ ശരിക്കും മനസ്സിരുത്തേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ നേരം പുലരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ? നേരം പൊളിത്തെണീറ്റ് ഒരാൾ എഴുന്നേൽക്കുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ദിക്റിൽ എണീക്കണം. അല്ലതി അഹിയാന ബഅദമ അമാതന വൈലിഹി നുശൂർ. അത് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഇടത്തെ കയ്യിൽ വെള്ളമെടുത്ത് മൂക്കിൽ 3 തവണ വെള്ളം കയറ്റി ചീറ്റണം. പിശാച് കരിമൂക്കിലാണ് കിടന്നുറങ്ങിയത്. ഇങ്ങനെ പിശാചിനെ അകറ്റാൻ വേണ്ടി നേരം പുലരുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ചൊല്ലുന്ന വരെയുള്ള കാര്യങ്ങൾ എന്താണ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ദിക്റുകളും പ്രാർത്ഥനകളും. ആ ഒരു സംരക്ഷണം നമ്മൾ സ്വീകരിക്കണം. പിശാച് ജിന്ന് വർഗത്തിലെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ജിന്നുകളും തെറ്റ് ചെയ്യുന്നവരല്ല. ജിന്ന് വർഗത്തിലെ ഭൂരിപക്ഷം, ജിന്ന് വർഗത്തിലെ ധിക്കാരികളായ ആളുകളെയാണ് ശൈത്താന്മാർ എന്ന് പറയുന്നത്. ആ ശൈത്താന്മാരുണ്ടാക്കുന്ന സ്വാധീനം പലതരത്തിലാണ്. ആ പലതരത്തിലുള്ള സ്വാധീനം അതിൻ്റെ അനന്തരഫലമാണ് ഏത് രൂപത്തിൽ വരുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അനന്തരഫലമാണ് ഈ സിഹറായും കണ്ണാറായും ഒക്കെ നമുക്ക് വലിക്കാൻ കാരണമായി തീരുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ സംരക്ഷണ കവചങ്ങൾ പഠിക്കുകയും അത് പുലർത്തുകയും പാലിക്കുകയും വേണം. ദിക്റ് ദുആകൾ അത് പഠിക്കാത്തവർ ഇന്നു മുതലെങ്കിലും അത് പഠിച്ചു തുടങ്ങുക, ഓരോന്നോരോന്ന്. ഇനി നോക്കിയിട്ടെങ്കിലും അത് ചൊല്ല. അതുകൊണ്ട് അദ്കാറുകൾ പതിവാക്കുക, സംരക്ഷണം ഉറപ്പുവരുത്തുക. ചരടും ഉറുക്കും നൂലും അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഒരു വിഷയം കൂടി ഞമ്മടെ പറയാൻ ബാക്കിയുണ്ട്, പക്ഷെ നമ്മൾ അസംസ്കരിക്കാൻ സമയമായി. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. ജ്യോത്സ്യമാണ്. സിഹർ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണെന്ത്? ജ്യോത്സ്യം. ഭാവി അറിയുമെന്ന് കളവ് പറഞ്ഞ് ചില പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുക, അങ്ങനെ വരുത്തിയിട്ട് അതിമാനുഷരാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, പണിക്കന്മാര്, ജ്യോത്സ്യന്മാര്, അറബ് മാന്ത്രികക്കാര്, തങ്ങന്മാര് തുടങ്ങിയിട്ടുള്ള കുറെ ശൈത്താന്റെ പൂജകരായ ആളുകൾ എന്ത് ചെയ്യുക, ആളുകളുടെ ചില ആവശ്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കുക, സിഹറിൽ നിന്ന് മോചനം കൊടുക്കുക എന്നൊക്കെ വാക്ക് കൊടുക്കുന്ന ഏർപ്പാട്. ജ്യോത്സ്യനെ സമീപിച്ചാൽ തന്നെ 40 ദിവസം നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ജ്യോത്സ്യനെ വിശ്വസിച്ചാൽ കാഫറായി.
ജ്യോത്സ്യനെ വിശ്വസിച്ചാൽ കാഫറായി. സാഹിറുമാരെ മുഴുവൻ കൊന്നു കളയണമെന്നാണ് സ്വഹാബിമാരുടെ കാലത്ത് വിധി നടപ്പാക്കിയെന്ന് കാണാൻ പറ്റും. സാഹിറുകൾ എന്താ ചെയ്യുക? ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊന്നു കളയണം. അത്രയും വലിയ ആഭിചാര പ്രവർത്തനം. ഈ ആഭിചാര പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ജ്യോത്സ്യന്മാർ, കാഹിനുകൾ. അപ്പൊ ജ്യോത്സ്യത്തിന്റെ വിധി എന്താണ്? അത് കുഫറാണ്. ജ്യോത്സ്യന്മാരെ സമീപിക്കാനും പാടില്ല, അത് പരിശോധിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പോലും അങ്ങോട്ട് പോകാൻ പാടില്ല. അതിനടുത്തേക്ക് പോയാൽ തന്നെ 40 സംസ്കാരം സ്വീകരിക്കൂല, വിശ്വസിച്ചാലോ കാഫറാവും. അതാണ് ജ്യോത്സ്യത്തിന്റെ വിധി. അതിന്റെ പ്രവർത്തനങ്ങൾ, രീതിയും മറ്റൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്നും എല്ലാ പിശാചുക്കളിൽ നിന്നും വരുന്ന എല്ലാ തരം വിപത്തുകളിലും ഷറുകൾ നമുക്ക് മോചനവും മോക്ഷവും നൽകുമാറാവട്ടെ. നമ്മുടെ അറിവ് കൊണ്ടും അപക്വത കൊണ്ടും വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.